അതിന്റെ സക്സസിന് കാരണം തന്നെ ഓരോ പ്രാവശ്യവും നിങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടെ വരികയും അതിനുള്ളത് നിങ്ങൾക്ക് ഉറവിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോ ഇന്നും നിങ്ങൾക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമ്മുടെ ജോജോ സാറ് വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ ഔദ്യോഗികമായിട്ടുള്ള വെൽക്കം പറയുന്നതിനായിട്ട് ഞാൻ നമ്മുടെ സൈജു സാറിനെ, സെക്രട്ടറിയായ സൈജു സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സൈജു സാർ. നമസ്കാരം, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഇന്ന് 107ാമത്തെ വെബിനാറാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്നത്തെ എല്ലാവർക്കും സുപരിചിതനായ വളരെ ഫേമസ് ആയിട്ടുള്ള ജോജോ മൈലഡൂർ എന്ന സാറാണ്. JCAയുടെ നാഷണൽ ട്രെയിനറാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ ഡോക്ടർ PV ജോസഫ് സാറുണ്ട്. അതിനെ കുറിച്ച് കൂടുതലായി പരിചയപ്പെടുത്തും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായി ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ജോൺ ബേബി സാറുണ്ട്. സാറിന്റെ എല്ലാ കടമകളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. രാവിലെ തന്നെ എന്നെ വിളിച്ചോർപ്പിക്കുകയും സാറ് കൂടെ നിൽക്കുകയും സാറിന്റെ ഈ ചുറുചുറുക്ക് കാണുമ്പോൾ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഒരു ഉണർവും കൂടി കിട്ടുകയാണ്. അപ്പൊ സാറിനെ എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സാർ. അടുത്തതായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ജോജോ സാറാണ്. സാറിനെ എല്ലാവർക്കും നല്ല സുപരിചിതനാണ്. സാറ് ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്. സാറിനെ പരിചയപ്പെടുത്താനായിട്ട് ജോസഫ് സാറുണ്ട്. സാറിന്റെ ഇന്നത്തെ വിഷയം ആൽഫ ബോണ്ട് എന്നാണ്. നമ്മൾ ഈ ആൽഫ ഗാമ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന പോലെ നമ്മുടെ ഈ ന്യൂറോൺസിനെ കുറിച്ചായിരിക്കാം സാറ് പറയുന്നത്. നമുക്കൊരു നല്ലൊരു പാരന്റിംഗ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാറിന്റെ എല്ലാവരുടെയും പേരിൽ കൃത്യമായി ഒരു പൂച്ചണ്ട് നൽകിക്കൊണ്ട് സാറിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സാർ. നമുക്ക് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഡോക്ടർ PV ജോസഫ് സാറാണ്. സാറ് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുണ്ട്. സാറ് എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ കൈപിടിച്ച് നടത്താനായിട്ട് മുന്നിൽ തന്നെയുണ്ട്. സാറിനെ എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സാർ. ഇന്ന് നമുക്ക് നന്ദി പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ജോസഫ് ജോൺ സാറാണ്. എല്ലാവർക്കും ചെറിയ സാമ്യമുണ്ട്. ജോസഫ് എല്ലാവരുടെ പേരിലുണ്ട്. ജോസഫ് ജോൺ സാറാണ് നമുക്കിന്ന് ഇവിടെ നന്ദി പറയാനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്കിന്ന് ഇവിടെ MC ആയിട്ടിരിക്കുന്നത് ജയശ്രീ മാഡം ആണ്. എല്ലാവരുടെയും പേരിൽ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാർ ഇന്നിവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ തഹസിൻ മാഡം ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. പ്രസാദ് സാറുണ്ട്, ഞാനിങ്ങനെ രാജേന്ദ്രൻ സാറുണ്ട്. നമസ്കാരം സാർ. അപ്പൊ എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഓവർ ടു ജയശ്രീ മാം. ഓക്കെ, താങ്ക് യു സൈജു സാർ. നമുക്ക് ഉറവിന്റെ ഭാരവാഹികൾക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭം തന്നെയാണ്. കാരണം ദിവസം മാറ്റിയിട്ട് നമ്മളുടെ കോറം നമ്മൾ സാധാരണ 20 ആകുമ്പോൾ തുടങ്ങണം. ഇപ്പൊ 31 വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ദിവസം മാറ്റിയാൽ അതൊന്നും പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അത് ഒരിക്കൽ കൂടെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് നമ്മുടെ വളരെ ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രസിഡന്റായ ജോൺ കെ ബേബി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ജയശ്രീ മാഡം. Respected PV Joseph sir, Paul Padayatti sir, Saiju sir, Tagsima madam, our MC Jayashree madam, and all respected members and participants. When you stop learning, you start dying. He is saying ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആണെന്ന് പറയപ്പെടുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും ഓർക്കേണ്ട ഒരു സത്യമാണ്, when we stop learning, we start dying. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് സാറ് ഉറു എന്ന ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിവിടെ പുതിയ കാര്യങ്ങൾ we are learning and also relearning.
പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും റീലേൺ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ സംരംഭമാണ്. നമ്മളെയൊക്കെ ഹെൽത്തി ആയിട്ടും മെന്റലി ഫിസിക്കലി ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുവാൻ സഹായിക്കാനുമാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം. ഇതുപോലെ ഒരു വണ്ടർഫുൾ പ്രോഗ്രാം വേറെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ആൾട്ടർനേറ്റീവ് വെൻസഡേയും നമ്മൾ മീറ്റ് ചെയ്യുന്നു, ഒരു പുതിയ സബ്ജക്റ്റിനെ പറ്റി, ഒരു പുതിയ ടോപ്പിക്കിനെ പറ്റി നമ്മൾ 1 മണിക്കൂർ കേൾക്കുന്നു. നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ടോക്കുകളായിരിക്കും എല്ലാം. ഇങ്ങനെ ഒരു വണ്ടർഫുൾ ടോക്ക് ഇന്നിവിടെ നടത്താൻ എത്തിയിരിക്കുന്ന ജോജോ മൈലാഡൂർ, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് തന്നെ ഞാൻ ആദ്യമായിട്ട് കേട്ട. പക്ഷേ എന്താണ് ആരാണ് ജോജോ മൈലാഡൂർ? ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു. ഫോർച്ചുനേറ്റ്ലി യൂട്യൂബിൽ പല വീഡിയോയും കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് പബ്ലിഷിങ്ങിനെ പറ്റി വായിച്ചു. ആൽഫ ക്ലാസ് റൂം, ടീച്ചിങ് ബിയോണ്ട് ക്ലാസ് റൂം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. അദ്ദേഹത്തിന്റെ ഫാമിലിയെ പറ്റിയും അദ്ദേഹത്തെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ പറ്റിയും വായിച്ചപ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു ഇൻസ്പിറേഷൻ തോന്നി. ഓ, വാട്ട് എ ഗ്രേറ്റ് പേഴ്സൺ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജോസഫ് സാർ നിർബന്ധിച്ചത് നമുക്ക് ഈ മീറ്റിംഗ് ചൊവ്വാഴ്ച തന്നെ വെക്കണം. കാരണം ഇങ്ങനെയൊരു ഗസ്റ്റ് സ്പീക്കറെ കിട്ടുവാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കിട്ടിയപ്പോൾ നമുക്ക് അങ്ങനെയുടെ സൗകര്യം എപ്പോഴാണോ ആ സമയത്ത് മീറ്റിംഗ് നടത്തണമെന്ന് ജോസഫ് സാർ നിർബന്ധിച്ചത്. എനിക്ക് തോന്നി ജോസഫ് സാർ വളരെ ആണ് നമുക്ക് ബുധനാഴ്ചക്ക് വരെ ചൊവ്വാഴ്ച മീറ്റിംഗ് വെക്കണം എന്ന് പറഞ്ഞത് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ആൽഫ ബോണ്ട് എന്ന ടൈറ്റിൽ കണ്ടു. ഞാൻ വീണ്ടും ഗൂഗിൾ സെർച്ച് ചെയ്തു, എന്താണ് ആൽഫ, എന്താണ് ബോണ്ട്? ആൽഫ ഈസ് എ കെമിക്കൽ സീക്വൻസ് ആണ് എനിക്ക് ഗൂഗിളിൽ നിന്ന് മനസ്സിലായത്. അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകും തോറും എനിക്ക് ഇറ്റ് ഈസ് സംതിങ് സ്ട്രേഞ്ച് ടു മീ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോയില്ല. എന്താണെങ്കിലും ആൽഫ ബോണ്ടിനെ പറ്റി വരുന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കേൾക്കാം, മനസ്സിലാക്കാം. അതെനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതുപോലെ നിങ്ങളിൽ പലർക്കും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പൊ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനെത്തിയ ജോജോ മൈലാഡൂർ നമുക്ക് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 1 മണിക്കൂർ തരുമെന്നുള്ള ദൃഢമായ വിശ്വാസം എനിക്കുണ്ട്. വന്നവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇനിയും അറിയാത്തവരും വരാത്തവരോടും പ്രത്യേകം അറിയിക്കുകയും പറയുകയും ചെയ്യണം. എല്ലാവർക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ മീറ്റിങ്ങുകൾ മുടങ്ങാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ. Thank you, sir. Thank you for your encouraging words. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു യൂസ്ഫുൾ സെഷൻ തന്നെയായിരിക്കും ഇന്ന്. അതെന്താണെന്ന് നമുക്ക് അറിയുവാനായിട്ടും സാർ ജോജോ സാറിനെ നമ്മളിലേക്ക് പരിചയപ്പെടുത്തി തരുവാനായിട്ടും നമ്മുടെ ഫോമർ പ്രസിഡന്റ് ആയ PV ജോസഫ് സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ നെറ്റ് വളരെ വീക്കാണ്. ഞാൻ ക്യാമറ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഐ എം വെരി പ്രൗഡ് ടു ഇൻട്രൊഡ്യൂസ് ടുഡേ സ്പീക്കർ ശ്രീ ജോജോ മൈലാഡൂർ. അദ്ദേഹം പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ അദ്ദേഹം കൂടുതൽ വളർന്നത്. അതിന്റെ കണ്ണൂർ ജില്ല ചെയർമാനായിരുന്നു. കണ്ണൂർ ജില്ലാ ചാപ്റ്ററിന്റെ ജില്ലയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. അത് മെമ്പറായി ഉടൻ തന്നെ അദ്ദേഹം ലീഡർഷിപ്പിലേക്ക് കയറുന്നു. ബിക്കോസ് ഓഫ് ഹിസ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ടീം ബിൽഡിംഗ് ക്വാളിറ്റീസ്. അദ്ദേഹം പിന്നീട് പോസിറ്റീവ് കമ്മ്യൂൺ ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻ ആയപ്പോൾ അതിന്റെ ചെയർമാൻ പദവിയിലേക്ക് മറ്റാരും എടുത്തില്ല. ചെയർമാനായിട്ട് ജോജോ മൈലാഡൂർ സാറിനെ തന്നെയാണ് സംഘടന കണ്ടെത്തിയത്. ഇപ്പോൾ അദ്ദേഹം എൻ്റെ മെന്ററാണ്.
ഒട്ടേറെ സ്ട്രക്ചറൽ റീഫോംസ് അദ്ദേഹം കൊണ്ടുവന്നു. അതിനെ നല്ലൊരു ഷേപ്പുള്ള സ്ട്രക്ചേർഡ് ഓർഗനൈസേഷനായിട്ട് മാറ്റിയതിൽ ജോജോ മൈലാട്ടൂർ സാറിന്റെ കോൺട്രിബ്യൂഷൻ വളരെ നിസ്തൂലമാണ്. ഒരു വിഷണറി ലീഡറാണ് അദ്ദേഹം. പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആവാൻ എപ്പോഴും പറയാറുണ്ട്. JCA പോലെ, റോട്ടറി പോലെ, അതൊക്കെ അമേരിക്കൻ ഹെഡ്ക്വാർട്ടേഴ്സാണ്. അവിടെ എല്ലാം അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അമേരിക്കയിലാണെങ്കിൽ കേരളത്തിൽ നിന്നും ജന്മമെടുക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനായി പോസിറ്റീവ് കമ്മ്യൂണിറ്റി മാറണം അദ്ദേഹം എല്ലായ്പ്പോഴും പറയാറുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിഷൻ അതാണ്. ഒരു പബ്ലിക് സ്പീക്കറാണ് അദ്ദേഹം. ഒരിക്കൽ ഫ്ലവേഴ്സ് ചാനൽ നടത്തിയ സ്പീക്കേഴ്സ് കോൺടെസ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സ്പീക്കറായിട്ട് അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടു. JCA അദ്ദേഹം മെമ്പറായിരുന്നു. അവിടുത്തെ അതിലൂടെ ഒരു ട്രെയിനിങ് ലാഡറിലൂടെ അദ്ദേഹം നാഷണൽ ട്രെയിനർ ആയി. കണ്ടക്ടഡ് മെനി ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസ്. ഒരു എഡ്യൂക്കേഷൻ റിസർച്ചർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒട്ടേറെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളിൽ ആൽഫ ജനറേഷൻ സ്റ്റുഡൻസ്, ആ കുട്ടികൾ മറ്റ് സ്റ്റുഡൻസിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണെന്ന് എല്ലാവർക്കും അറിയാം. 2010 ശേഷം ജനിച്ച കുട്ടികൾ, 25-നുള്ളിൽ ജനിച്ച ആ കുട്ടികളുടെ റെസ്പോൺസും അവരുടെ സ്റ്റൈലും കൾച്ചറും ഒക്കെ ഡിഫറൻ്റ് ആണ്. അത്രയും വ്യത്യസ്തമായ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ അധ്യാപകര് കൂടുതൽ മാറേണ്ടതുണ്ട്. പാരൻസ് വളരെ മാറേണ്ടതുണ്ടെന്ന് അദ്ദേഹം ട്രെയിനിങ് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ട്രെയിനിങ് അടുത്ത് ഞങ്ങൾ തൃശ്ശൂർ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും നമ്മുടെ ഉറവിലേക്കൊന്ന് കൊണ്ടുവരണം എന്ന് അന്ന് ചിന്തിച്ചിരുന്നു. ഇപ്പോൾ അതിന് അവസരം വന്നു. അന്ന് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുകയുണ്ടായി, ബേസ്ഡ് ഓൺ ഹിസ് റിസർച്ച് ഓൺ ആൽഫാജൻ പാരന്റിങ് ആൻഡ് ടീച്ചിങ്. ആ ബുക്കിന്റെ പേരാണ് ആൽഫ ക്ലാസ് റൂം ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ്. ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ്. ആ ബുക്ക് അന്ന് തന്നെ കൊണ്ടുവന്ന കോപ്പി എല്ലാം ചെലവായി എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷ് ബുക്കാണത്. മീഡിയം എന്തായാലും ആ ബുക്ക് വാങ്ങി വായിക്കണം. ടീച്ചേഴ്സ് നൽകും, ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരൊക്കെ ആ ബുക്ക് വാങ്ങി പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യം തന്നെ. ടീച്ചേഴ്സ് ആയാലും ട്രെയിനേഴ്സ് ആയാലും പാരൻസ് ആയാലും അത് വായിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഒരു ടീച്ചറാണ്, ഒരു അധ്യാപകനാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിച്ചാൽ അവിടുത്തെ അധ്യാപകനാണ് അദ്ദേഹം. നല്ലൊരു കുടുംബനാഥൻ കൂടിയാണ്, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് എൻ്റെ. അപ്പോൾ അദ്ദേഹത്തെ ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട എല്ലാ സമയം വൈകിയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ജോജോ മൈലാട്ടൂർ സാറിനെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പരിചയപ്പെടുത്തുന്നു. ഓവർ ടു MC. താങ്ക് യു സർ. സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ നിന്നും വളരെ ആകാംക്ഷയോട് കൂടിയാണ് ജോജോ സാറിന്റെ ക്ലാസ് കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എന്നുള്ളത് കൊണ്ട് തന്നെ ജോജോ സാറിനെ എത്രയും സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും ഈ പ്ലാറ്റ്ഫോമിലോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സർ, പ്ലാറ്റ്ഫോം ഈസ് യുവർ സർ, പ്ലീസ്. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഉറവ് എന്നു പേരുള്ള ഒരു പരിശീലന സീക്വൻഷ്യൽ അതിൻ്റെ 107ാമത് പ്രഭാഷകനായി വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ എന്നെ ഇതിന് ക്ഷണിച്ച എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ജോസഫ് സാറിന് നന്ദി രേഖപ്പെടുത്തട്ടെ. അപ്പൊ ഇതിൻ്റെ അധ്യക്ഷൻ ജോൺ സാർ, അതുപോലെ തന്നെ സെക്രട്ടറി സൈജു സാർ, ആങ്കറായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രേയസി മേഡം, മറ്റ് ഇതിൻ്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ജീവിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ഉറവ വറ്റിത്തുടങ്ങിയ ഒരിടത്തിലാണ്. എല്ലായിടത്തും, അത് കുടുംബത്തായാലും ചുറ്റുപാടുമായും ഉറവ വറ്റി തുടങ്ങുകയാണ്. ഒരുപക്ഷെ മൺസൂണിന്റെ ഒരു അതിപ്രസരം നമുക്കുണ്ട് എങ്കിലും പലപ്പോഴും ഉറവ ഉള്ളിലും പുറത്തും പറ്റുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഉറവ അത് ഉണ്ടാവണം. ഭൂമിയിൽ ഉറവയുണ്ടായാലേ അരുവികൾ ഉണ്ടാവുകയുള്ളൂ. അരുവികൾ ഉണ്ടായാലേ തോടുകളും പുഴകളും നദികളും പിന്നെ സമുദ്രവും ഒക്കെ നിലനിൽക്കുകയുള്ളൂ. എല്ലാത്തിനും ഉറവിടം ഉറവയാണ്. ആ ഉറവയിൽ നിന്നാണ് പച്ചപ്പ്, അതിന് ചുറ്റും പച്ചപ്പ് ഉണ്ടാവും. അപ്പൊ ഉറവ പുറത്തുണ്ടാവണമെങ്കിൽ മനസ്സിലുണ്ടാവണം ഉറവ. ഒരു പച്ചപ്പ് നമ്മുടെ ഉള്ളിലും പുറത്തും ഉണ്ടാവണം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ പരിശീലന പരമ്പര അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ ഉറവയുണ്ടാക്കുക
കുടുംബങ്ങളിൽ ഉറവയുണ്ടാക്കുക, നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത്, സാധാരണ പറയാറുണ്ട് ബ്ലൂം വേർ യു ആർ പ്ലാന്റ്, നമ്മൾ എവിടെയാണോ നടപ്പെട്ടിട്ടുള്ളത് അവിടെ പുഷ്പിക്കുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഈ ഉറവ എന്ന പരിശീലന പരമ്പരയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഏതായാലും ഇവിടെ ജോൺ സാർ സൂചിപ്പിച്ചതുപോലെ ആൽഫ എന്ന വാക്ക് അത് പല തരത്തിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു കെമിക്കൽ സീക്വൻസ് എന്ന രീതിയിൽ പറയുന്നുണ്ട്, നമ്മൾ ആൽഫ ബീറ്റ ഗാമ എന്ന രീതിയിൽ അതിനെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇത് ആൽഫ ജനറേഷൻ എന്നത് ഒരു പുതിയ സങ്കല്പമാണ്. ആൽഫ ജനറേഷൻ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഇവരെ ന്യൂജൻ എന്ന് വിളിക്കാറുണ്ട്, നമ്മുടെ പിന്നിലുള്ളവരെ പഴഞ്ചൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എല്ലാ കാലത്തും ഒരു ന്യൂജൻ പഴഞ്ചൻ കോൺഫ്ലിക്റ്റ് സമൂഹത്തിൽ നടക്കും. ന്യൂജൻ പഴഞ്ചൻ കോൺഫ്ലിക്റ്റ് അത് ഇന്നുമുണ്ട്. അത് യോജിച്ചു പോകാൻ കഴിയാത്ത ഇടങ്ങളുടെ വ്യാപ്തി കൂടുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പക്ഷേ കോൺഫ്ലിക്റ്റ് ഒന്നിനൊരു പരിഹാരമല്ല എന്ന് നമുക്കറിയാം. പരസ്പരം മനസ്സിലാക്കലാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ആ മനസ്സിലാക്കലിലേക്കാണ് നമ്മൾ കണ്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും നമ്മുടെ പല രക്ഷിതാക്കളും നിരന്തരമായി പറയുന്നു, നമ്മുടെ കുട്ടികളെ നമുക്കൊന്നും മര്യാദയ്ക്ക് ശാസിക്കാൻ കഴിയുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ അരക്ഷിതമായി മാറിയിരിക്കുകയാണ്. ശുഭിത കൗമാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു മനസ്സിലാക്കലിന്റെ കുറവുണ്ടോ? ക്ലാസ് റൂമിലാണെങ്കിൽ അധ്യാപകരോട് നിരന്തരമായ പരാതി, കുട്ടികൾ അടങ്ങിയിരിക്കുന്നില്ല, ഭയങ്കര ഓക്വേർഡാണ്, ഭയങ്കര അരഗന്റാണ്, ബഹുമാനമില്ല, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്, അവരൊട്ടും അറ്റൻറ്റീവ് അല്ല, ഡിസെൻഗേജ്ഡ് ആണ്. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായി മാറുകയാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ശുഭിത കൗമാരത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആഴ്ത്തി പഠിക്കണം. അപ്പൊ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു തലമുറയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലേ അവരെ എങ്ങനെ നമുക്ക് നേർവഴി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേർവഴി എന്ന് പറയുന്നത് എന്റെ നേർവഴി മറ്റുള്ളവരുടെ നേർവഴിയാകാൻ കഴിയുന്നില്ല. ഇവരെ ഒരു പ്രോഗ്രസീവായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിയിൽ ഒരു റിസർച്ച് ഞാൻ നടത്തുകയുണ്ടായി. സർക്കാരിന്റെ എൻക്വയർ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഒരു റിസർച്ച് നടത്തി. അതിന്റെ പേര് എക്സ്പ്ലോറിംഗ് ദ റീസൺസ് ആൻഡ് സൊല്യൂഷൻസ് ഫോർ ദ ഡിസെൻഗേജ്മെന്റ് ഓഫ് ആൽഫ ജനറേഷൻ ഇൻ സെക്കൻഡറി ക്ലാസ്സസ്. ഇതായിരുന്നു എന്റെ ആ തീസിസിന്റെ എന്റെ ആ റിസർച്ചിന് ഇപ്പോൾ. അങ്ങനെ ഒരു 5-6 മാസം നീണ്ടു നിന്നൊരു മിനി റിസർച്ച്. അപ്പൊ അവിടെ 10-30ഓളം സ്കൂളുകളിൽ കുട്ടികളെ സർവേ നടത്തി, ക്ലാസ് റൂം ഒബ്സർവ് ചെയ്തു, 10-20ഓളം ടീച്ചേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തു, ഒരുപാട് രക്ഷിതാക്കളുമായി സംസാരിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു തലമുറയ്ക്ക് തനതായ ചില പ്രത്യേകതകൾ. അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആൽഫ ജനറേഷനെ കുറിച്ച് ഇവിടെ ജോസഫ് സാർ പറഞ്ഞു കഴിഞ്ഞു. ആൽഫ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 2010 ശേഷം ജനിച്ച് 2025 മുൻപും 10 ശേഷവും ജനിച്ച ഒരു തലമുറയാണ് ആൽഫ ജനറേഷൻ. അവർക്ക് നിരവധിയായ പ്രത്യേകത, എല്ലാ തലമുറകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഈ ജനറേഷണൽ നെയിമിങ്, ഓരോ ജനറേഷനും പേരിട്ട് തുടങ്ങിയത് ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, 40-ന് ശേഷം ജനിച്ച കുട്ടികൾ തൊട്ട് ഈ 25 വരെ ജനിച്ച കുട്ടികളെ വരെ പല തരത്തിലുള്ള പേര് വിളിച്ചാണ് ഇപ്പോൾ അഭിസംബോധന ചെയ്തത്. ഇങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ നടത്തിയത് ആഷ്ലി പെൽ അതുപോലെ തന്നെ മക്രിൻഡൽ എന്ന് പറയുന്ന 2 എഴുത്തുകാർ, ചിന്തകരാണ്, സൈക്കോളജിസ്റ്റുകളാണ്. ഇങ്ങനെ ഒരു പഠനം നടത്തുകയും അവരെ വിവിധ പേരുകൾ വിളിക്കാൻ തുടങ്ങി. അത് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ആണ് ഇപ്പോൾ. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 50-നും 65-നും ഇടയിൽ ജനിച്ച ഒരു തലമുറ. 1950 സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജനിച്ച ഒരു തലമുറയുണ്ട്. അവരെ ബേബി ബൂമേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർ ആ പേര് വിളിക്കാൻ തന്നെ കാരണം അവര് പെട്ടെന്ന് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്ത് ഒരുപാട് പേര് മരണമടഞ്ഞു. അതുകൊണ്ട് രക്ഷിതാക്കൾക്കിടയിൽ, പേരൻസിനിടയിൽ വലിയ അങ്കലാപ്പുണ്ടായി, നമ്മുടെ മക്കൾ മരിച്ചാൽ. അതുകൊണ്ട് അവര് ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകി. ഒരു ബൂമിംഗ് ആയിരുന്നു, ഒരു മക്കളുടെ കാര്യത്തിൽ ബൂമിംഗ് സ്റ്റേജ് ആയിരുന്നത്. അതുകൊണ്ട് അവരെ ബേബി ബൂമേഴ്സ് എന്ന് വിളിച്ചു. അവർ വളരെ ഡിസിപ്ലിൻ ഓറിയന്റഡ് ആയിരുന്നു, അച്ചടക്കമുള്ള കുട്ടികൾ, അച്ചടക്കം ആഗ്രഹിക്കുന്നവരും അച്ചടക്കത്തോടെ വളർത്താൻ എളുപ്പവുമായിരുന്നു. അവിടെ വടിയുടെ പ്രയോഗം മാത്രം, അത് ക്ലാസ് റൂമിലായാലും കുടുംബങ്ങളിലായാലും ആജ്ഞകൾ അനുസരിക്കുന്ന കുട്ടികളായിരുന്നു. പക്ഷേ ഒരു 65-ന് ശേഷം ജനിച്ച, 80-നും ഇടയ്ക്ക് ജനിച്ച ഒരു വിഭാഗമുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന ജനറേഷൻ എക്സ് എന്നാണ്. അവരെ സംബന്ധിച്ചുള്ള അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. അവരെ അങ്ങനെ പറഞ്ഞ് അടക്കിയിരുത്താൻ കഴിയില്ല. അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാം. അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകി, ഉപദേശങ്ങൾ നൽകി വളർത്താവുന്ന തലമുറയായി അവർ വളർന്നു. പക്ഷെ 80-ന് ശേഷം ജനിച്ച ജനങ്ങൾ, 95 വരെയുള്ള കാലങ്ങളിൽ ജനിച്ച ആ കുട്ടികളെ വിളിക്കുന്ന പേര് മില്ലേനിയൽസ്. അതായത് പുതിയ മില്ലേനിയൽ, നൂറ്റാണ്ടിനെ
സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഒരു വിഭാഗം. അവർക്ക് മോഡലുകൾ വേണം. നമ്മളൊരു കാര്യം പറഞ്ഞാൽ വി ഷുഡ് ബി റോൾ മോഡൽ. ആ മോഡൽ കണ്ട് വളരുന്ന കുട്ടികളായിരുന്നു. പിന്നെ 96 ശേഷം 2010 വരെ ജനിച്ച ജനറേഷൻ സെഡ്, അവരിലുമുണ്ട് ചില സ്വഭാവ സവിശേഷതകൾ. പക്ഷെ 2010 ശേഷം ജനിച്ചവർ ആൽഫ ജനറേഷൻ എന്നറിയപ്പെടുന്ന വളരെ വിഭിന്നരായ, വളരെ സങ്കീർണത എന്ന് പറഞ്ഞാൽ ഇക്കാലത്തെ സങ്കീർണത ആയിരിക്കില്ല ഒരു പക്ഷേ വരും കാലങ്ങളുണ്ടാകും. ഇപ്പൊ നിലവിലുള്ള അവസ്ഥകളിൽ ഏറ്റവും സങ്കീർണമായ ലോക സാഹചര്യങ്ങളിൽ, ലോക പരിസരങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു തലമുറ. അപ്പൊ അവര് ഇന്ന് കാണിക്കുന്ന എല്ലാ സ്വഭാവ സവിശേഷത, അത് ഗുണകരമാവാം ദോഷകരമാവാം എന്തുമാവട്ടെ, അതിന്റെയൊക്കെ ആത്യന്തികമായ കാരണം അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളാണ്. ആ ചുറ്റുപാടുകളിൽ നിന്ന് മോൾഡ് ചെയ്യപ്പെട്ട ഒരു തലമുറയാണ് ആൽഫ ജനറേഷൻ. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാലഘട്ടത്തെ, അവർക്ക് ലഭ്യമാകുന്ന സാധ്യതകളും അവർക്ക് നഷ്ടമാകുന്ന ചില എന്താ പറയുക നന്മകളും അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മുടെ പേരന്റിങ്. അങ്ങനെ അവരുടെ പരിമിതികളും സാധ്യതകളും മനസ്സിലാക്കിയ ശേഷം നമ്മൾ കൊടുക്കുന്ന പേരന്റിങ്ങിനെയാണ് ഞാൻ ഒരു പേരിട്ട് വിളിച്ചത് ആൽഫ ബോൺസ്. അവിടെ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാം, ഒരു ബോണ്ടിങ്. അപ്പൊ അതെങ്ങനെയാവണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ കുട്ടികളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ ആൽഫ ജനറേഷനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പുസ്തകത്തിൽ ആൽഫ ക്ലാസ് റൂം ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ്, അവിടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരമ്പരാഗതമായ ഒരു ചോക്ക് ടോക്ക് മെത്തഡിൽ നിന്നും ഒക്കെ വ്യതിചലിച്ചുകൊണ്ട് അവരുടെ സാധ്യതകളെയും അവരുടെ മേന്മകളെയും ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയ ഒരു ബൗണ്ടറിക്കുള്ളിൽ നമ്മൾ പലപ്പോഴും ആയിരിക്കില്ല. അവിടെ നിന്ന് പുറത്തു ചാടി ബിയോണ്ട് ദ ബൗണ്ടറി, അത് ക്ലാസ് റൂമിലായാലും കുടുംബത്തിലായാലും നിലവിലുള്ള എല്ലാ ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തു ചാടിക്കൊണ്ടുള്ള ഒരു സമീപനമായിരിക്കണം നമുക്ക് അവരോട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ അതിനെ ടീച്ചിങ് ബിയോണ്ട് ദ ബൗണ്ടറീസ്. അപ്പൊ നമുക്കിതിന് പേരന്റിങ് ബിയോണ്ട് ബൗണ്ടറീസ്, നമ്മുടെ ട്രഡീഷണൽ ആയ ഒരു പേരന്റിങ് ശൈലി നമ്മൾ ഫോളോ ചെയ്യാം. എന്റെ പേരന്റിങ് ശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ രക്ഷിതാവിൽ നിന്നും ആർജിച്ചതാണ്. അത് ഈ കാലഘട്ടത്തിന് ഒരുപക്ഷെ യോജിച്ചതാവില്ല. അപ്പൊ അതിന് പരിവർത്തനത്തിന് വിധേയമാവണം. അതുകൊണ്ട് നമ്മുടെ ഒരു പാരന്റൽ ഷിഫ്റ്റ് സാധ്യമാകണം. ക്ലാസ് റൂമിൽ ടീച്ചിങ്ങിലും ഷിഫ്റ്റ് ഉണ്ടാവണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ കുട്ടികളെ കുറിച്ച് പഠിക്കണം. അവര് വളരെ സിമ്പിൾ അല്ല. അവരെ നമ്മൾ പറയുമ്പോൾ അവരൊന്ന് ഓൾവേസ് കണക്റ്റഡ് ആണ്. അവര് വളരെ ലോകത്തോട് കണക്റ്റഡ് ആണ്, ഡിജിറ്റലി കണക്റ്റഡ് ആണ്, വൈഫൈ കണക്ട്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യപ്പെടാൻ. കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം ആർജിക്കുന്ന കാര്യത്തിൽ, സൗഹൃദങ്ങൾ ആർജിക്കുന്ന കാര്യത്തിൽ, എല്ലാ തരത്തിലും അവൾ വളരെയധികം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം ആവശ്യപ്പെടുന്നു, നമ്മൾ ആവശ്യപ്പെടും ചായയോ ചൂടുവെള്ളമോ ചോദിക്കുമ്പോൾ അവർ വൈഫൈ കണക്ഷനാണ് ആവശ്യം. നമ്മൾ അറിയണം അങ്ങനെയുള്ള ഒരു ജനറേഷനാണ് ഇവർ, ഓൾവേസ് കണക്റ്റഡ് ആണ്. പിന്നെ ഇവരുടെ രണ്ടാമത്തെ പ്രത്യേകത, ഇവര് ബൈറ്റ് സൈസ്ഡ് ഇൻഫർമേഷൻ ആണ് ആഗ്രഹിക്കുന്നത്. നമ്മളിങ്ങനെ വാതോരാതെ ക്ലാസ് റൂമിൽ സംസാരിച്ചാലും കുട്ടികളോട് ഇങ്ങനെ വൺ വേർഡ് ആയിട്ട്, വൺ സൈഡഡ് ആയിട്ട് സംസാരിച്ചാൽ അവർ കേൾക്കില്ല. അവർക്ക് ഇൻഫർമേഷനെ, അറിവുകളെ നുറുങ്ങുകളായിട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് ആർജിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ട് ഇന്ന് ഇൻസ്റ്റ, ഫേസ്ബുക്കിനെ പിറകിലാക്കി മുന്നോട്ട് കുതിക്കുന്നു. ഇൻസ്റ്റയിൽ എങ്ങനെയാണ് ഇൻസ്റ്റന്റ് എന്ന വാക്കിൽ നിന്നാണ് ഇൻസ്റ്റ ഉണ്ടായത്. അങ്ങനെ വളരെ ബൈറ്റ് സൈസ്ഡ് ആയിട്ടുള്ള നുറുങ്ങുകളായ അറിവുകൾ ആർജിക്കാൻ ആഗ്രഹിക്കുന്ന വിഭാഗമാണ്. ഇനി അവര് വളരെ ക്രിറ്റിക്കലാണ്, ക്രിയേറ്റീവ് ആണ്. വളരെ ക്രിറ്റിക്കലായിട്ട് കാര്യങ്ങളെ അവർ, കഴിഞ്ഞ ദിവസം ഒരു അമ്മ മകളെ ഇങ്ങനെ ഭയങ്കര കുട്ടി 8ൽ പഠിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചെല്ലേണ്ടതുണ്ട്, അവിടെ നിനക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അതിന്റെ പരിശീലന കളരിയാണ് ഇവിടെ നടക്കുന്നത്. ഈ മോള് സ്കൂളിൽ തന്ന ടീച്ചറിനോട് പറയാണ്, എന്റെ അമ്മ പഠിപ്പിക്കുന്നത് നല്ല ഒരു ഭാര്യയാവാനാണ്, ഒരു കുടുംബിനിയാവാനാണ്. അതാണോ ഞാൻ ആവേണ്ടത്? കുട്ടികൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പണ്ട് അങ്ങനെ ചോദിക്കില്ല. കുട്ടികൾ അവർ വളരെ ക്രിറ്റിക്കലായി കാര്യങ്ങളെ കാണുന്നു. മാത്രമല്ല അവർ വളരെ ക്രിയേറ്റീവുമാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളല്ല അവരുടെ കാഴ്ച, നമ്മൾ ഇടപെടുന്ന ചുറ്റുപാടുകളല്ല അവരുടെ. അതുകൊണ്ട് വളരെ ക്രിയാത്മകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളവരാണ് നമ്മുടെ മക്കൾ എന്ന ഒരു യാഥാർത്ഥ്യം. ഇനി അവര് ഡിജിറ്റലി നേറ്റീവ്സ് ആണ്, ഡിജിറ്റൽ നേറ്റീവ്സ്. നമുക്ക് ഒരുപാട് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉണ്ട്. പലപ്പോഴും ഇവിടെ ജോസഫ് സാറ് ഇവിടെ എന്താ വാട്സപ്പ് കോൾ വിളിക്കാം എന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും അറിയില്ല, എവിടെ ഞെക്കണം, എങ്ങനെ ഞെക്കണം.
എന്തുകൊണ്ടാണ്? അദ്ദേഹം ബേബി ബൂമറോ അല്ലെങ്കിൽ ജനറേഷൻ എക്സോ ആയതുകൊണ്ടാണ്. പക്ഷേ ഇവരോട് അത് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് എത്തിയാൽ അവർ അതിന്റെ സൊല്യൂഷൻ ഓൺ ദ സ്പോട്ട് കണ്ടെത്തും. പലപ്പോഴും ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾക്കുള്ള പശ്ചാത്തലം ഒരുക്കി തരുന്നത് എൻ്റെ UKG പഠിക്കുന്ന കുട്ടിയാണ്. എല്ലാം അറിയാം. അവര് പിറന്നു വീഴുന്നത് ഈ പറയുന്ന ആപ്പിൾ ഐഫോണിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താണ്. നമ്മളൊക്കെ പിറന്നു വീണത് ബലൂൺ വീർപ്പിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ മണ്ണ് കുഴച്ച് അങ്ങനെയാണെങ്കിൽ ഇവരുടെ കയ്യിലേക്ക് ഇതാണ് വരുന്നത്. അത് ആ കാലഘട്ടത്തിന്റെ സാധ്യതകളാണ്. അപ്പം അങ്ങനെയുള്ള ഡിജിറ്റൽ നേറ്റീവ്സ് ഈ ഡിജിറ്റൽ ലോകത്തെ ദേശവാസികളാണ്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റിന്റെ കാര്യത്തിൽ, ഡിജിറ്റൽ ഉപയോഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു പക്ഷേ റെഫ്യൂജീസ് ആവാം, അവിടുത്തെ അഭയാർത്ഥികളാവാം, ഒന്നും അറിയാത്ത അഭയാർത്ഥികൾ, അല്ലെങ്കിൽ മൈഗ്രൻസ് ആവാം, അവിടേക്ക് കുടിയേറി പാർത്തവരാവാം, അല്ലെങ്കിൽ സിറ്റിസൺ. പക്ഷെ ഇവർ നേറ്റീവ്സ്, ദേ ആർ ബോൺ ഇൻ ദാറ്റ്, അവിടെ ജനിച്ചവരാണ്. അപ്പൊ ആ സാധ്യതകൾ അവിടെ മുന്നിലുണ്ട്. അപ്പൊ ഇങ്ങനെ വിഭിന്നങ്ങളായ സാധ്യതകളും സ്വഭാവ സവിശേഷതകളുമായി പിറന്നു വീഴുന്ന ഒരു തലമുറയെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും അതിൻ്റെതായ മെയ്വഴക്കവും അതിൻ്റെതായ കാര്യക്ഷമതയും നമ്മൾ കാണിക്കണം. അവിടെ നമുക്കറിയാം, ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിക്കുന്ന ഒരു കൊച്ചു മിടുക്കനുണ്ട്. ആർക്കും പറയാമോ ആരാണെന്ന്? ഏറ്റവും വളരെയധികം ശ്രദ്ധാകേന്ദ്രമായ ഒരു കളിക്കാരൻ. ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇന്ന് ആരോ ചെസ് മാസ്റ്റർ ഉണ്ട്. ഓക്കെ, ഭാനുപ്രകാശ് തമിഴ്നാട്ടുകാരൻ. ഇപ്പൊ അടുത്ത കാലത്ത് ഭയങ്കര അതോട് ചെസ്സിലെ പോയിട്ട് നിഹാൽ തൃശ്ശൂര്. വേറെ ഏതെങ്കിലും കുട്ടി? ഒരു 14 വയസ്സുകാരൻ ക്രിക്കറ്റ് കളിക്കുന്ന പയ്യനുണ്ടല്ലോ. അതെ, വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശി എന്ന കളിക്കാരൻ 14-ാമത്തെ വയസ്സിൽ IPL വന്നു. IPL-ന്റെ പ്രായമില്ല ആ കുട്ടിക്ക്, IPL-ന്റെ പ്രായമില്ല. IPL ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ, ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി ഹോൾഡർ, ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ, ഏറ്റവും കുറഞ്ഞ ബോളിൽ സെഞ്ചുറി ഹാഫ്സ്, അങ്ങനെ ഒരുപാട് റെക്കോർഡ്. ഇപ്പം ഇംഗ്ലണ്ടിൽ പോയിട്ട് തകർപ്പൻ പ്രകടനം അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പയ്യൻ, 14 വയസ്സുകാരൻ. നമ്മുടെ 14 വയസ്സുകാരൻ കുട്ടികളൊക്കെ പാഠപുസ്തകം കാണാപ്പാടം പഠിക്കുമ്പോൾ ഒരു കുട്ടി അവിടെ പ്രതിഭ തെളിയും. അപ്പൊ ആ കുട്ടിയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ ആകാൻ കാരണം എൻ്റെ 4-ാമത്തെ വയസ്സിൽ ഞാൻ ബാറ്റ് ചെയ്ത് ഒരു ബോൾ ചെന്നുകൊണ്ടത് എൻ്റെ വീട്ടിലൊരു ജനൽപ്പാളിയിലായിരുന്നു. ആ ജനൽ ചില്ലുകൾ പൊട്ടിത്തകർന്നപ്പോ അത് പെറുക്കിയെടുത്ത് മാറ്റിവെച്ച് എന്നോടൊപ്പം ബാറ്റ് ചെയ്യാൻ, എന്നോടൊപ്പം ബോൾ ചെയ്യാൻ വന്നൊരു അമ്മ എനിക്കുണ്ടായിരുന്നു. അമ്മയാണ് ഇന്ന് ഞാൻ നേടിയെടുക്കുന്ന നേട്ടങ്ങളുടെയൊക്കെ പിന്നിൽ എന്ന് വൈഭവ് സൂര്യവംശി പറയുമ്പോൾ നമുക്ക് വലിയൊരു, നമ്മുടെ രക്ഷിതാവ് എന്ന രീതിയിൽ നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മുടെ മക്കള് വീട്ടിൽ ക്രിക്കറ്റ് കളിച്ച് ജനൽ ചില്ല് പൊട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവന് അടുത്ത ബോൾ എറിഞ്ഞു കൊടുക്കാൻ പോകും. അപ്പൊ ഇതാണ് ഈ പറയുന്ന ആൽഫ ജനറേഷൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു പാരന്റിങ്, ഒരു രക്ഷകർത്തൃത്വ ശൈലിയാണ്. അപ്പൊ അവിടെ ഇവരുടെ രക്ഷിതാവാകുമ്പോൾ നമുക്ക് 3 തരത്തിൽ അവർക്ക് നമ്മൾ ആയിത്തീരണം. ഈ ഒരു തലമുറയ്ക്ക് നമ്മൾ 3 തരത്തിലുള്ള വേഷ വിധാനങ്ങൾ, അല്ലെങ്കിൽ 3 തരത്തിലുള്ള റോളുകൾ നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ റോൾ എന്ന് പറയാൻ ആങ്കർ. വി ഷുഡ് ബി ആൻ ആങ്കർ. ഒരു അടിത്തറ പാകുന്നവൻ, അടിസ്ഥാനമിടുന്നവൻ, അല്ലെ? അവർക്ക് ഞാൻ പറഞ്ഞു, ഒരു വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, ഒരുപാട് സാധ്യതകളുള്ള ഒരു ലോകത്താണ് നമ്മുടെ ഈ ആൽഫ ജനറേഷൻ ജനിക്കുന്നതും ജീവിക്കുന്നതും. അപ്പൊ അവിടെ അടിത്തറ പാകേണ്ടവൻ നമ്മൾ രക്ഷിതാക്കൾ, ആങ്കർ ആവേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ആങ്കറിന്റെ റോള് നമ്മൾ കൈകാര്യം ചെയ്യണം. ആൽഫ പേരന്റിങ്ങിൽ ഒരു ആൽഫ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഗൈഡ് എന്ന റോളാണ്. ഒരു വഴികാട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഷോ ദ വേ, ഡോണ്ട് കൺട്രോൾ ദ ജേർണി എന്ന് പറയുന്നത്. ഷോ ദ വേ, വഴി
കാണിച്ചു കൊടുക്കുക, പക്ഷെ യാത്രയിൽ കൺട്രോൾ പാടില്ല. ഷോ ദ വേ ബട്ട് ഡോണ്ട് കൺട്രോൾ ദ ജേർണി. യാത്ര അവൻ്റെതാണ്, വഴി നമുക്ക് കാണിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഗൈഡ്. ആൽഫ ജനറേഷൻ ആഗ്രഹിക്കുന്ന ഗൈഡിന്റെ റോൾ അതാണ്. ഇനി മൂന്നാമത്തെ മിറർ, ഒരു കണ്ണാടിയാവുക എന്നുള്ളതാണ്. കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യണം നമ്മൾ ചില കാര്യങ്ങൾ. അത് ഇമോഷണലി ആവാം, ഇന്റലക്ച്വലി ആവാം. അങ്ങനെ ഒരു ആങ്കറിന്റെ, ഒരു ഗൈഡിന്റെ, ഒരു മിററിന്റെ റോൾ ചെയ്യാനാണ് ഈ ആൽഫ ജനറേഷൻ ആഗ്രഹിക്കുന്നത്. ഇനി നമ്മൾ ഈ തലമുറയെ കുറിച്ച് പറയുമ്പോൾ അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്ത 7 golden റൂൾസ് ഓഫ് ആൽഫ പാരന്റിങ് എന്നൊരു തിയറിയുണ്ട്. 7 സുവർണ സിദ്ധാന്തങ്ങൾ ഇവരെ എങ്ങനെ നല്ല കുട്ടികളാക്കി വളർത്താം എന്നത്. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് കണക്ട് ബിഫോർ യു കറക്റ്റ്. ദ ഫസ്റ്റ് ഗോൾഡൻ റൂൾ ഓഫ് ആൽഫ പാരന്റിങ്. കണക്ട് ബിഫോർ യു കറക്റ്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കറക്റ്റ്, ദെൻ യു കണക്ട്. നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനും അഡ്വൈസ് കൊടുക്കുന്നതിനും മുൻപ് ഒരു ഇമോഷണൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യണം. ഒരു ഇമോഷണൽ കണക്ഷൻ. ആ കണക്ഷൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദെയർഫോർ കണക്ട് ബിഫോർ യു കൺട്രോൾ. അവർ ആഗ്രഹിക്കുന്നുണ്ട് കൺട്രോൾ, പക്ഷെ അതിന് മുൻപ് ഒരു 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 ഓടിയെത്താൻ ഒരു ഇടമാണോ നമ്മൾ? അവരെ കേൾക്കുന്ന ഒരു രക്ഷിതാവാണോ നമ്മൾ? അവർക്കൊപ്പം പാട്ട് കേൾക്കുന്ന, അവർക്കൊപ്പം ഡാൻസ് കളിക്കുന്ന, അവരുടെ ഹോംവർക്കുകൾ നോക്കുന്ന ഒരു രക്ഷിതാവ്. സോ ഫസ്റ്റ് യു കണക്ട് വിത്ത് ദം, ദെൻ യു കറക്റ്റ് ദം. That's what they expect. And therefore the first golden rule of alpha parenting is connect before you correct. അപ്പം രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ talk with, not talk at this alpha children. Talk with, not talk at. അവർക്കൊപ്പം സംസാരിക്കുക, അവരോടല്ല സംസാരിക്കേണ്ടത്, അവർക്കൊപ്പം. നമ്മുടെ പല സംസാരങ്ങളും ഒരു മോണോലോഗാണ്. ദേ ലൈക്ക് ഡയലോഗ്, നോട്ട് മോണോലോഗ്. അവർ സംഭാഷണമാണ് ആഗ്രഹിക്കുന്നത്. അവർ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ പഠിപ്പീരുകളോ അല്ല. സംഭാഷണത്തിൽ രണ്ടുപേരുടെ വർത്തമാനമുണ്ട്. കുട്ടി കുറെ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നു. ഒരു ശ്രോതാവിന്റെയും ഒരു 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 അവതാരകന്റെയും റോൾ അവിടെ വരുന്നു. കുട്ടി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പുതിയ അറിവുകളാവാം, നമ്മുടെ അറിവുകൾ ഒരുപക്ഷെ ചെറുതാവാം. വലിയ അറിവുകൾ കുട്ടിയിൽ നിന്ന് വരാം, അത് ചെറിയ കുട്ടിയായാൽ. ഒരു കുട്ടിയായിരിക്കാം നമ്മുടെ ഗുരു ഒരുപക്ഷെ. അപ്പൊ കുറെ കാര്യങ്ങൾ കേൾക്കണം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് റാപ്പർ വേടൻ എന്ന ആള് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു 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 മ്യൂസീഷ്യൻ, ഒരു റാപ്പർ സിംഗർ കേരളത്തിലുണ്ട്, ലോകത്തിലുണ്ട് എന്ന്. ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ മക്കളോട്, നിങ്ങൾ ആരും കേട്ടോ റാപ്പർ സിംഗർ ഉണ്ടല്ലോ, റാപ്പർ അറസ്റ്റ്? ചാച്ചു ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങളെത്തേ ഇയാളുടെ പാട്ട് കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ അത് എന്ന് പറഞ്ഞൊരു അറിവാണ്, ഇതൊരു അറിവാണ്. അപ്പൊ റാപ്പർ വേടനെ നമ്മൾ അറിയേണ്ടതുണ്ടോ എന്നൊരു പക്ഷെ നിങ്ങൾ മറുചോദ്യം ചോദിച്ചേക്കാം. അറിയണം, അവരെയും അറിയണം. ഇവരുടെ പാട്ടുകൾ എത്ര മനോഹരമാണ് അല്ലെ? അപ്പം ഇങ്ങനെ ഇതൊരു എക്സാമ്പിൾ. അങ്ങനെ പല അറിവുകളും നമുക്ക് മുൻപേ അവർ അറിയുകയാണ്. നമ്മൾ ഉക്രൈൻ യുദ്ധത്തെ കുറിച്ച് ടിവിയിൽ കാണുമ്പോൾ അവർക്കൊരു പക്ഷെ ഉക്രൈനിൽ അവർക്ക് സ്വന്തമായി സുഹൃത്തുക്കൾ ഉണ്ടാവും. അതുകൊണ്ട് we should talk with them, not talk at them. നമുക്ക് അവർക്കൊപ്പം സംസാരിക്കാം, ഡയലോഗുകളിൽ ഏർപ്പെടാം, സംഭാഷണങ്ങളിൽ ഏർപ്പെടാം. Let your child share their experiences. സ്കൂളിൽ നിന്ന് ഓടിയെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാം, ഇരുന്ന് കേൾക്കുക. അപ്പോ ആ കേൾവിയിലൂടെ നമ്മൾ ഒരു സൗരയുധമാണ് സൃഷ്ടിക്കുന്നത്. സൗരയുധത്തിൽ നിന്ന് ഒരു ഗ്രഹവും അങ്ങനെ ആ ഒരു ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും പുറത്തു ചാടില്ല. എത്ര കോടാനം കോടി വർഷമായി ഈ സൗരയുധത്തിൽ സൂര്യനെ ചുറ്റി 8 ഗ്രഹങ്ങളും കറങ്ങുകയല്ലേ. എപ്പോഴെങ്കിലും അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് പോയിട്ടുണ്ട്. അതിനൊറ്റ കാരണമുള്ളൂ, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ സൺ. സൂര്യൻ അതിന്റെ കേന്ദ്രത്തിലേക്ക് ഇതിനെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു സൗരയുധം സൃഷ്ടിക്കപ്പെട്ടാലോ സ്വാഭാവികമായും അവിടെ ഓരോ ഗ്രഹങ്ങളായി
ആ കുട്ടികൾ ഇങ്ങനെ നമ്മളെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നീട് അവർക്ക് ഉപഗ്രഹങ്ങൾ ഉണ്ടാവും. അവർ മറ്റൊരു സൗരയൂഥം തീർത്തേക്കാം. അപ്പോഴും നമുക്ക് ചുറ്റും ഈ നമ്മളെ നേരം എന്താവും? ഒരു നക്ഷത്ര സമൂഹം. അങ്ങനെ ഒരു സൗരയൂഥം തീർക്കുക. അങ്ങനെ സൗരയൂഥം തീർക്കണമെങ്കിൽ വീട്ടിൽ സംഭാഷണങ്ങൾ ഉണ്ടാവും. സംഭാഷണം, ഇഷ്ടമുള്ളത്. ഇപ്പൊ സാധാരണ പറയാറുണ്ട്, നമ്മുടെ പൗലോ കൊയ്ലോ പറയുന്ന തീർത്ഥാടനം എന്നൊരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. വീടുകളിൽ പെരുന്നാളുകൾ ഉണ്ടാവണം. വീടുകളിൽ ഫീസ്റ്റ്, പെരുന്നാളുകൾ ഉണ്ടാവണം. എങ്ങനെയാണ് വീടുകളിൽ പെരുന്നാൾ ഉണ്ടാവുന്നത്? എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന, ഒരുമിച്ച് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന, ആഘോഷിക്കുന്ന കുറേ സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ വളരെ ഡെലിബറേറ്റ് ആയിട്ട് സൃഷ്ടിക്കും. അത് ഭക്ഷണം കഴിക്കുന്ന ഇടമാവാം, പ്രാർത്ഥിക്കുന്ന ഇടമാവാം, കളിക്കുന്ന ഇടമാവാം, കിച്ചൺ ഗാർഡൻ, എവിടെയും ആവട്ടെ, ഒരു ഒത്തുചേരൽ, ഒരു ഒത്തൊരുമയോടുള്ള സംഭാഷണം, ചെറിയ ചെറിയ സെലിബ്രേഷൻസ്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ എന്തിനാണ്? എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മക്കളുടെ എല്ലാം ബർത്ത്ഡേ വളരെ ലാവിഷായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ പറയും, എന്തിനാ ഈ ഇത്രയും പണമൊക്കെ മുടക്കുന്നത്? അപ്പൊ ലെറ്റ് ദം സെലിബ്രേറ്റ്. അവിടെ ഒരു ഒത്തുചേരലാണ്, ഒരു ഒത്തുചേരൽ. പലപ്പോഴും ഈ സഹവർത്തിത്വം നമ്മുടെ മക്കളെ പരമാവധി ഒരു സോഷ്യൽ ഇന്ററാക്ഷന് വിധേയമാക്കണം. അപ്പൊ ഒരുപക്ഷെ പോസിറ്റീവ് കമ്മ്യൂൺ പോലുള്ള സംഘടനകളിൽ എന്തിന് അംഗമാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്കൊരു എക്സ്പോഷർ. അതിന്റെ ഫാമിലി ഗെറ്റ് ടുഗദർ നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്നു. അവർ മറ്റു കുടുംബങ്ങളിൽ വരുന്ന മക്കളുമായിട്ട് സംസാരിക്കുന്നു. ഇത് വലിയൊരു എക്സ്പോഷറിനുള്ള സാധ്യത തുറന്നിരിക്കുക. അപ്പൊ അങ്ങനെ വീട്ടിൽ we should talk with our children, not talk at our children. So make a solar system. പക്ഷേ സംഭവിക്കുന്ന എന്താ? പല കുടുംബങ്ങളും തമോഗർത്തങ്ങളായി മാറുക. തമോഗർത്തങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. തമോഗർത്തങ്ങൾ, ഒരു നക്ഷത്രത്തിന് അതിൻ്റെ എല്ലാ കഴിവുകളും തിളക്കവും ശക്തിയും നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ലാതാവും. അപ്പോൾ എന്ത് ചെയ്യും? അതിന് ചുറ്റുമുള്ള എല്ലാ ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും അതിലേക്ക് ഇടിച്ച് വന്ന് വീട് തകർന്നു പോകും. കാരണം പല കുടുംബങ്ങളും തകരാൻ കാരണം സൗരയൂഥങ്ങൾക്ക് പകരം തമോഗർത്തങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ സൗരയൂഥങ്ങൾ സൃഷ്ടിക്കാം. ഒരു വലിയ ഗുരുത്വാകർഷണ ബലം, അത് സ്വാധീനത്തിന്റെ, അത് സാന്നിധ്യത്തിന്റെ ഒരു ഗുരുത്വാകർഷണ ബലം നമ്മൾ സ്വീകരിക്കും. ഇനി മൂന്നാമത്തെ ഗോൾഡൻ റൂൾ. നമ്മൾ 2 ഗോൾഡൻ റൂളാണ് പറഞ്ഞത്. 2 ഗോൾഡൻ റൂൾ നമ്മൾ പറഞ്ഞു. കണക്ട് ബിഫോർ യു കറക്റ്റ്, അതാണ് ഒന്നാമത് പറഞ്ഞത്. 2, ടോക്ക് വിത്ത്, നോട്ട് ടോക്ക് അറ്റ്. മൂന്നാമത്തെ, ഫോക്കസ് ഓൺ പ്രോഗ്രസ്, നോട്ട് പെർഫെക്ഷൻ. ആൽഫ ജനറേഷൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫോക്കസ് ഓൺ പ്രോഗ്രസ്. അവിടെ പുരോഗതിയെ ലക്ഷ്യമിടുക, പെർഫെക്ഷനെ അല്ല. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വരുന്ന കുട്ടിയോട് എത്ര മാർക്കുണ്ട്? 45. എത്രയിലാണ്? അടുത്ത ചോദ്യം ഇതാണ്, എത്രയിലാണ് മാർക്ക്? 80. 80ൽ 45 അല്ലെ? ബാക്കി 35 മാർക്ക് എവിടെ പോയി? നമ്മുടെ ചോദ്യമാണ്, ബാക്കി 35 മാർക്ക് എവിടെ പോയി? അപ്പോൾ നമ്മൾ ഓർക്കണം, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ കുട്ടിക്ക് 40 ആവാം, ഇപ്പൊ 45 ആയി. ദർ ഈസ് എ പ്രോഗ്രസ്. അറ്റൻഡൻസ്, അപ്രീഷിയേറ്റ് ദാറ്റ് പ്രോഗ്രസ്. നമ്മുടെ ഫോക്കസ് പ്രോഗ്രസ്സിലാണ്. ഇന്നലെ 7 മണിക്ക് എണീറ്റ ആൾ ഇന്ന് 6:30 എണീറ്റാൽ, 6:45 എണീറ്റാൽ, ദാറ്റ് ഈസ് എ പ്രോഗ്രസ്. ദർ വിൽ ബി എ സ്ലൈറ്റ് പ്രോഗ്രസ് എവരിവെയർ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്ഷനിസ്റ്റ് ആയ പേരന്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ചൈൽഡ് വിൽ ബി എ ക്രിമിനൽ. അതാണ് നമ്മൾ ഒരു സിനിമയുണ്ട്, സ്ഫടികം എന്ന സിനിമയിൽ നമുക്കറിയാം. സ്ഫടികം വളരെ അതോറിറ്റേറ്റീവായ, അത് ഡെസ്പോട്ടിക് ആയ ഒരു പേരന്റിങ് ശൈലി നമ്മളവിടെ കണ്ടു. എല്ലാത്തിനും ഫുൾ മാർക്ക്, നമ്മള് അങ്ങനെ ഫുൾ മാർക്ക് മാത്രം, എല്ലാത്തിനും പെർഫെക്റ്റ് ആയി ആഗ്രഹിക്കുന്ന രക്ഷിതാവിനെ അവതരിപ്പിക്കുന്ന തിലകന്റെ കഥാപാത്രവും അതിന് വിപരീതമായി എന്താണോ ആഗ്രഹിക്കുന്നത് വിപരീതം. അപ്പൊ അങ്ങനെയുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ആയ രക്ഷിതാവ് നമ്മൾ ആവരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടിക്ക് പ്രോഗ്രസ് ഉണ്ട്, അത് സ്ലൈറ്റ് ആയാലും ചെറിയ പ്രോഗ്രസ് ആയാലും വിൽ ബി അപ്രീഷിയേറ്റ്. നമ്മൾ 3 കാര്യങ്ങൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യണം. ഒരു പരീക്ഷയായാലും whatever it is, there will be an effort. That effort should be celebrated, appreciated. കുട്ടിയുടെ അതിനുവേണ്ടി നടത്തിയ ചെറിയ പ്രയത്നം, ആ പ്രയത്നത്തിനാണ് അപ്രീസിയേഷൻ. അപ്പോ ഓൾവേസ് സെലിബ്രേറ്റ് സ്മോൾ എഫേർട്സ്, ലേണിങ്സ്. ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും,
പഠനം, ആ പാഠങ്ങൾ, സ്മോൾ വിക്ടറീസ് വിൽ ബി ദെയർ. ചെറിയ ചെറിയ നേട്ടങ്ങൾ. സോ സെലിബ്രേറ്റ് ദീസ് ഓൾ. Then we can understand progress. So focus always on progress rather than perfection. ഈ നാലാമത്തെ പ്രിൻസിപ്പൽ, ഗോൾഡൻ റൂൾ, ഗൈഡ് നോട്ട് കൺട്രോൾ. വഴി നടത്തുക, നിയന്ത്രിക്കുക. പലപ്പോഴും കുട്ടികൾക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. പലപ്പോഴും പല കുട്ടികളും സൂയിസൈഡ് ചെയ്യുന്നു, തളർന്നു പോകുന്നു, ഡിപ്രസ്ഡ് ആവുന്നു. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ ആൽഫ ജനറേഷൻ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം പ്രതിസന്ധികളിലൂടെ അവരെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഓവർ പ്രൊട്ടക്റ്റീവ് പാരന്റിങ് ആയി മാറുക. ഞാൻ ഓർക്കുന്നു ഒരു പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഭവം ഓർമ്മ വരികയാണ്. പ്രിൻസിപ്പൽ പറയുകയാണ്, അവരുടെ ഒരു അൺഎയ്ഡഡ് സ്കൂളാണ്. ആ സ്കൂളിൽ സ്കൂൾ ബസ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകും, കാരണം അവർക്ക് കുട്ടികൾ വേണമല്ലോ. അപ്പൊ അവര് റിമോട്ട് ഏരിയയിൽ പരമാവധി കുട്ടികളെ എടുക്കുകയും ഇറക്കുകയും ചെയ്തു. ഒരിക്കൽ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് വരാൻ, ഒരു 100 മീറ്റർ അകലത്തിൽ നിന്ന് വരാൻ ഒരു കുട്ടിയുള്ളൂ. അപ്പോൾ ആ കുട്ടിയെ വഴിയിൽ ഇറക്കി വിട്ടു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വഴിയിൽ ഇറക്കി വിട്ടു. അടുത്ത ദിവസം രക്ഷിതാവ് വന്ന് ഭയങ്കരമായിട്ട് പ്രിൻസിപ്പൽ ചൂടായി. എന്റെ കുട്ടിയെ വഴിയിൽ ഇറക്കി വിട്ടു, എന്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് ഇറക്കിക്കൂടാ? 100 മീറ്റർ ദൂരം, മെയിൻ റോഡിൽ 100 മീറ്റർ ഉള്ളിലേക്ക് വണ്ടി വരാത്തതിന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വണ്ടി വരാത്ത രക്ഷിതാവ് ഭയങ്കര ക്ഷുഭിതനായപ്പോ പ്രിൻസിപ്പൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മകന് ഒരു 100 മീറ്റർ നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾക്ക് കൊടുത്തുകൂടെ? അതാണ് ചോദ്യം. 100 മീറ്റർ നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾക്ക് കൊടുത്തുകൂടെ? നമ്മുടെ മക്കൾ പലപ്പോഴും അവരുടെ സ്റ്റഡി റൂം എന്ന പെട്ടിയിൽ നിന്നും, വീടെന്ന പെട്ടിയിൽ നിന്നും സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്ക്, സ്കൂൾ ബസ് എന്ന പെട്ടിയിൽ നിന്നും ക്ലാസ് റൂം എന്ന പെട്ടിയിലേക്കും ഇറക്കി വെക്കപ്പെടുന്ന ചരക്കായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഇറക്കി വെക്കപ്പെടുന്ന ചരക്കായി മാറുന്നുണ്ട്. അങ്ങനെ വരുമ്പോ പലപ്പോഴും അവർക്ക് ചോയ്സസ് ഇല്ല, ഡിസിഷൻസ് ഇല്ല, തിരഞ്ഞെടുപ്പുകളില്ല, തീരുമാനങ്ങളില്ല. എല്ലാ തിരഞ്ഞെടുപ്പുകളും. ഇപ്പൊ ഞാനെന്റെ മക്കൾ, ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്. ഇവിടെ പലരും സംസാരിച്ചല്ലോ, ജീവിതത്തിൽ വളരെയധികം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ്. 1 വർഷം മുൻപ് എന്റെ ഭാര്യ മരിച്ചിട്ട് 17ാം തീയതി 1 വർഷമാവുകയാണ്. 2 വർഷക്കാലത്തെ രോഗത്തോടുള്ള എന്താ പറയാ ഒരു യുദ്ധം. ആ യുദ്ധത്തിന് ശേഷം അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തിൽ 3 വർഷമായിട്ട് ഒരു സിംഗിൾ പേരന്റിന്റെ റോൾ 3 പെൺമക്കൾക്ക്, എന്റെ മൂത്ത മോൾ 8ലും, രണ്ടാമത്തെ മോൾ 7ലും, മൂന്നാമത്തെ മകൾ UKG പഠിക്കുകയാണ്. അപ്പം അവിടെ എന്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോ ഞാൻ രക്ഷക പേരന്റിങ്ങിനെ കുറിച്ച് അധികം വറീഡായിരുന്നു, പറയുന്ന ഒരാളായിരുന്നു. അവനോടൊന്ന് വന്ന് കാണാൻ പറയുന്ന പെരപ്പണി എടുക്കുമ്പോ കുറെ ഐഡിയാസ് ഉണ്ടാവും. Hello, please mute. Please mute. All of you, please mute. ഇജ്ജ് ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ചായയൊക്കെ 5-6 കുടിച്ചിക്കണു ഞങ്ങൾ ഇന്ന്. ചായ ഉണ്ടാക്കണ്ട. എന്താ ഉണ്ടാക്കണ? ഞങ്ങളോട് വന്നപ്പോ അടുക്കളയിലേക്ക് വന്നു. ഇതെന്താ ഫ്രിഡ്ജ് ഒന്നല്ലല്ലോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ, കേൾക്കാം. ഓക്കെ 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 യെസ് ഓക്കെ. അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നത്, അതിന് കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. ഹലോ, പെട്ടികളാണ് യഥാർത്ഥത്തിൽ നമുക്ക് തിയറി പറയാൻ എളുപ്പമാണ്, നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ട് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ആസ്വദിക്കുക. ഇപ്പൊ രക്ഷകർതൃത്വം എന്ന് പറയുന്നത് അത് നമുക്ക് വാങ്ങാൻ ലഭിക്കില്ല. നമ്മുടെ മക്കളെ ഒപ്പം ഇങ്ങനെ ഞാൻ എന്റെ കുട്ടികളെ കുളിപ്പിച്ചിട്ടില്ല, വൈഫായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ട് എന്റെ മോളെ ഞാൻ കുളിപ്പിക്കും, തോർത്തും. ആ സമയത്തുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. അവളുടെ പ്രയവികൃതികൾ,
കുളിപ്പിക്കുമ്പോൾ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുന്നു, വെള്ളം എടുത്ത് മഴയുണ്ടാക്കുന്നു, അങ്ങനെയുള്ള കുറേ വികൃതി. ഇതൊക്കെ നമുക്ക് നഷ്ടമാകുന്ന കുറേ വികൃതി. ഞാൻ ആലോചിക്കുന്നു എങ്ങനെയാണ് ഓരോ വീട്ടിലാക്കി എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ. നമുക്ക് ഓൾ മ്യൂട്ട് സാധ്യമാവില്ലേ? ഹലോ, കോഹോസ്റ്റ് ഉണ്ട് ആരെങ്കിലും? കോഹോസ്റ്റ് ഓൾ മ്യൂട്ട് ചെയ്താൽ ചിലപ്പം പിന്നെ പ്രസന്റ് ജോജോ സാർ മ്യൂട്ടായി പോകും. അതുകൊണ്ട് മാത്രം ഒരാളെ കുഴപ്പമുള്ളൂ. ഹോസ്റ്റിന് ചെയ്യാം. ഓൾ മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ ജോജോ സാറിനെ അൺമ്യൂട്ട് ചെയ്താൽ മതി. ആരോ ഹോസ്റ്റ് ഉണ്ടായിരിക്കും ഇവിടെ. തേഴ്സിനുണ്ടോ അവിടെ? തസീനാണ്. തേഴ്സിൻ കേൾക്കുന്നുണ്ടോ? തസീൻ സക്കീർ. ആരെങ്കിലും ഇല്ലെങ്കിൽ ആളെ റിമൂവ് ചെയ്തൂടെ സർ? അത് അവർക്ക് അറിയില്ല, ഏറ്റവും ചെയ്യുന്നതല്ലേ. ജോജോ സാർ കോഹോസ്റ്റ് ആണ്. തേഴ്സിൻ, മനോജ് ഐഫോൺ എന്നുള്ളത് പ്രസിഡന്റിന് പറ്റും. മനോജ് ഐഫോൺ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. മനോജ് അത് സാറാണ് പ്രസിഡന്റ്. നമ്മുടെ ജോസഫ് ജോൺ സാറാ. ജോസഫ് ജോൺ സാർ എന്നാല് മ്യൂട്ട് ചെയ്യാം. ജോൺ ബേബി സാർ, സോറി. ബേബി ജോൺ. ജോസഫ് ജോൺ എന്നെ സാർ. ആക്കിയിട്ടില്ല, ഞാൻ ആക്കി ചെയ്തേനെ. ജോൺ ഷേ ഇനിയും പ്രശ്നം ഉണ്ടാക്കുക. ഇനി ഒന്ന് വിജിലന്റ് ആയിട്ട് ഇരുന്നാൽ മതി സാറേ. ജോജോ സാർ കണ്ടിന്യൂ ചെയ്തോ പ്ലീസ്. ഓക്കെ. യെസ്. ഇതിനൊക്കെ നമ്മളെല്ലാം ബേബി ബൂമേഴ്സോ മില്ലേനിയൽസ് ഒക്കെ ആയതുകൊണ്ടാണ്. ഇപ്പൊ ആൽഫ ജനറേഷന്റെ കയ്യിലാണ് അവർക്ക് അന്നേരം റിസൾട്ട് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെ നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മുടെ മക്കളെ കേരളത്തിലും അവർ യൂറോപ്പിലൊക്കെ ആയിട്ട് എങ്ങനെ ജീവിക്കുന്നു എന്ന് ചില നേരങ്ങളിലൊക്കെ ഞാൻ ആലോചിക്കാറ്. അപ്പൊ രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത് നമുക്ക് അതൊരു ആനന്ദമാണ്, ഒരു ആഘോഷമാണ്. അവിടെ നമുക്ക് കിട്ടുന്ന നമ്മൾ പലപ്പോഴും കുട്ടികളെ നമ്മളാണ് ആസ്വദിക്കുന്നത്. നമ്മൾ അവരെ നോക്കുക എന്ന് പറയുന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്വമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മളെ നോക്കുന്നത് അവർക്ക് ഒരു വലിയ ചലഞ്ചായി മാറും. അപ്പം അത് രക്ഷകർത്തൃത്വം നമ്മൾ ആസ്വദിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ഓരോ നിമിഷങ്ങളും നമ്മൾ ആസ്വദിക്കും. അത് വാക്കുകൾ കൊണ്ടല്ല, അത് നമ്മൾ ചെയ്ത് വളരുകയാണ്. അപ്പൊ അതിന്റെ എല്ലാ സാധ്യതകളും ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. തീർച്ചയായും ആ അനുഭവമാണ് യഥാർത്ഥ രക്ഷകർത്തൃത്വം. അപ്പൊ ഞാൻ പറഞ്ഞു വിടുന്നത്, എൻ്റെ മോള് UKG പറയുന്ന മോള് ചെറുപ്പത്തിൽ തന്നെ 2-3 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവള് കുളി കഴിഞ്ഞ് അവൾക്ക് ഇടേണ്ട ഡ്രസ്സ് അവൾ തന്നെ അവളുടെ ഷെൽഫിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നു അവൾ ഇടുന്നു. ഒരു ചോയ്സ് അവിടെ തന്നെ കൊടുക്കുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ഏത് ഡ്രസ്സ് ഇടണം എന്ന ചോയ്സ് കൊടുക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, എൻ്റെ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അവൻ ഇവിടെ വരുമ്പോൾ, സ്കൂളിൽ വരുമ്പോൾ അവന് ഇടേണ്ട ഡ്രസ്സ്, അവൻ്റെ അമ്മ ഒരു അധ്യാപികയാണ്, അവൻ ഇടേണ്ട ഡ്രസ്സ് അലക്കി തേച്ച് അവന്റെ ബെഡിൽ കൊണ്ടുവെക്കും. അമ്മ അലക്കി തേച്ച്. അവൻ എന്ത് ചോയ്സ് അവിടെ, എന്തിടണം അല്ലെ? അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തു. അത് ചെയ്തു കൊടുക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം, ഈ കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ അനുഭവിച്ചവരല്ലേ. ആ കഷ്ടപ്പാടുകൾ നമ്മുടെ കുട്ടികൾ അനുഭവിക്കരുത് എന്ന ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു നൊമ്പരമുണ്ട്. ആ നിമിഷ നേരം നീണ്ടു നിൽക്കുന്ന ആ നൊമ്പരത്തെ നമ്മൾ വളരെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ അടിച്ചമർത്തണം. കാരണം നമ്മുടെ കുട്ടികൾ മണ്ണിൽ ചവിട്ടി നടക്കണം. അപ്പൊ എൻ്റെ മോള് അടുക്കളയുടെ വശത്തുള്ള ഒരു മണ്ണുകൂട്ടിയ സ്ഥലമുണ്ട്. അവിടെ നിന്ന് മണ്ണെടുത്ത് ചിരട്ടയിൽ കുഴച്ച്, തൂളുമഴ പെയ്യുന്ന സമയത്തും ചിരട്ടയിൽ കുഴച്ച് കുറെ ഇലകളൊക്കെ പെറുക്കി അതിനകത്ത് ഇട്ട് അതെല്ലാം ഒരു കമ്പ് കൊണ്ട് ഇളക്കി അവൾ ബിരിയാണി ഉണ്ടാക്കി വിളമ്പി തരുമ്പോ അത് വലിച്ചെറിഞ്ഞിട്ട് കയറിപ്പൊടി അകത്ത് എന്ന് പറഞ്ഞ് ശാസിക്കുമ്പോ നമ്മൾ ഓർക്കണം, അവളെ ഒരുപക്ഷെ അവളുടെ മധുരകരമായ ഒരു ബാല്യത്തിന് കടിഞ്ഞാനിടുകയാണ്. നാളുകളിൽ ഈ ഒരു ശകാരം അവളെ വലിയൊരു ക്രിമിനലാക്കി മാറ്റിക്കൂടാ എന്ന് നമ്മൾ പറഞ്ഞ് പ്രയോഗിക്കാൻ കഴിയും. അപ്പം ബാല്യം അവർ ആസ്വദിക്കട്ടെ. അവിടെ നമുക്ക് ചോയ്സുകൾ കൊടുക്കണം, ഡിസിഷൻസ് എടുക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കണം, അവസരങ്ങളും തുറന്നു കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അവരുടെ യൗവനത്തിലും അവരുടെ വാർദ്ധക്യത്തിലും യുവത്വത്തിലുമൊക്കെ വളരെ ഫേമായി ഡിസിഷൻസ് എടുക്കാനും വളരെ മികച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ. ഡൽഹിയിലുള്ള എൻ്റെ ഒരു കസിൻ കാര്യം പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്.
ഡിഗ്രിക്ക് നെഹ്റു മറ്റേ JNU ഡിഗ്രിക്ക് പഠിക്കുന്ന മോള് ഒരുങ്ങി വരുമ്പോൾ അവള് പെട്ടെന്ന് വൈകുന്നേരം ഒരു 9 മണിക്കാം അല്ലെ 8 മണിക്കാകുമ്പോൾ എണീക്കുന്നു. അതിനുശേഷം ഒരു ഓട്ടപ്പാച്ചിലിൽ വസ്ത്രമിട്ട് മുടി ചീകുമ്പോൾ അമ്മ ഇങ്ങനെ നഴ്സായ അമ്മ അവർക്ക് ഇങ്ങനെ ചോറ് ഉരുട്ടി പുട്ട് പഴത്തിൽ കുഴച്ച് ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കും. അതാണ് ന്യൂജൻ പാരന്റിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത്, ഓവർ പ്രൊട്ടക്റ്റീവായി വളർത്തുക. So what I want to tell you, let them take choices and decisions, but we can supervise. നമുക്ക് അവയെ ഗൈഡ് ചെയ്യാം. ഇനി 5ാമത്തെ ഗോൾഡൻ റൂൾ, നമ്മൾ 4 ഗോൾഡൻ റൂളുകൾ. The 5th golden rule, be tech wise, not tech scared. Be tech wise, not tech scared. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. അവിടെ നമുക്കൊരു ടെക്നോളജിക്കൽ വൈസ്മാൻ ആവാൻ കഴിയണം. ടെക്നോളജിക്കൽ വിസ്ഡം നമ്മൾ ആർജിക്കണം. അല്ലാതെ ടെക്നോളജിയെ ഭയപ്പെടുത്തും. നമ്മുടെ മക്കൾ മൊബൈൽ ഫോൺ എടുക്കുമ്പോഴേക്കും ഏതോ ഒരുത്തൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് അവളെ അടിച്ചുകൊണ്ടുപോയി കെട്ടി പ്രേമിച്ച് കറക്കി നഷ്ടപ്പെടുത്തും അല്ലെങ്കിൽ വഴിതെറ്റിക്കും എന്ന വിചാരത്തിലേക്ക് നമ്മൾ പോകരുത്. കാരണം ഈ ടെക്നോളജിക്കൽ ഗാഡ്ജറ്റുകൾ ഒരുപാട് സാധ്യതകൾ നമ്മുടെ ചുറ്റിലും നമ്മുടെ മക്കൾക്ക് നൽകുന്നുണ്ട്. ഒരുപാട് വളരാനുള്ള സാധ്യതകൾ, വളരാൻ ഒരു 100% സാധ്യതകൾ ഉണ്ടെങ്കിൽ തളരാൻ എനിക്ക് തോന്നുന്നു 20% സാധ്യത. 5 ഇരട്ടിയാണ് തളരാനുള്ളതിന്റെ 5 ഇരട്ടി വളരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ബി ടെക്നോളജിക്കലി വൈസ്. അതിന് നമ്മൾ എല്ലാ സാധ്യതയും, നമ്മൾ അറിവ് ടെക്നോളജിക്കലി നമ്മൾ അറിവ് വളർത്തണം. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഈ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാനും അതിന്റെ പേരന്റൽ കൺട്രോൾ, അങ്ങനെ എല്ലാ സാധ്യതകളും ഏതൊക്കെ മാർഗത്തിലായാലും ആർജിച്ചുകൊണ്ട് ടെക്നോളജിക്കലി നമ്മൾ സ്കെയർഡ് ആവരുത്. കുട്ടി മൊബൈൽ എടുത്താൽ, കുട്ടി ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയാൽ, ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയാൽ ഒന്നാതെ അവൾ വഴിതെറ്റും എന്ന ഒരു മിഥ്യാധാരണയിലേക്ക് നമ്മൾ പോകരുത്. പല രക്ഷിതാക്കളും അങ്ങനെയാണ്. കുട്ടികൾ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒളിഞ്ഞു നോക്കും, അവിടെ ഇങ്ങനെ കേൾക്കും, എന്താണ് ആരോടാണ് എങ്ങനെയാണ് സംസാരിക്കുന്നത്. ഒരുപാട് നമ്മുടെ കുട്ടികൾ നമുക്ക് വി ഷുഡ് ബി ട്രസ്റ്റഡ്. വിശ്വാസം ഉണ്ടാവണം. അപ്പൊ വിശ്വാസത്തിലേക്ക് വളരണം എന്ത് വേണം? അവിടെ സൗഹൃദം ഉണ്ടാവണം. അവിടെ ഒരു ലവബിൾ ലിസണർ ആവണം നമ്മൾ. അങ്ങനെയാകുമ്പോൾ അവർ പറയും എല്ലാ കാര്യങ്ങളും, തുറന്ന പുസ്തകമായി അവർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. സോ വി ഷുഡ് ബി ടെക് വൈസ്, നോട്ട് ടെക് സ്കെയർഡ്. 5th golden rule for alpha boys. അപ്പൊ നമ്മൾ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഉപയോഗിക്കുമ്പോൾ അത് 3 തരത്തിൽ ഉപയോഗിക്കാൻ അവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുക. ഒന്ന്, ലെറ്റ് ദം യൂസ് ഇറ്റ് റെസ്പോൺസിബിളി. ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കണം. ലെറ്റ് ദം യൂസ് ദീസ് ഗാഡ്ജറ്റ്സ് റെസ്പോൺസിബിളി, ക്രിയേറ്റീവ്ലി, ക്രിയാത്മകമായി. അല്ലെ, പല കുട്ടികൾക്കും കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ്, റിട്ടയർഡ് HM, 2 പേരും, അത് ഗ്രാൻഡ് പേരൻസ് ആണ് കേട്ടോ, അവരുടെ കൊച്ചുമോനാണ്. ആ കൊച്ചുമോൻ സ്കൂളിൽ പോകുന്നില്ല, +2 പഠിക്കുന്ന കുട്ടിയാണ്, സ്കൂളിൽ പോകുന്നില്ല. അവിടുത്തെ സ്കൂളിലെല്ലാം പ്രിൻസിപ്പൾ അടക്കം വന്നു. അപ്പം എൻ്റെ സുഹൃത്തിന്റെ മകനായതുകൊണ്ട് അവർ ഈ ഗ്രാൻഡ് ഫാദർ എന്നെ വിളിച്ചു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, കുട്ടി സ്കൂളിൽ പോകുന്നില്ല. ഞാൻ എന്താ സ്കൂളിൽ പോകാതെ? കുട്ടി ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്റ്റ് ആണ്. എന്താ മൊബൈലിൽ ചെയ്യുന്നത്? അവൻ ഗെയിം ഒന്നും കളിക്കുന്നില്ല, ഒന്നുമില്ല. അവൻ ഒറ്റ പണിയുള്ളൂ, വീഡിയോ എടുക്കുക, അത് എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഞാൻ എത്ര വ്യൂവേഴ്സ് ഉണ്ട്? ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. എനിക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട്. മോണിറ്റൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന് ക്ലാസ് റൂം അരോചകമാണ്. അവനെ സംബന്ധിച്ച് ഒരുപക്ഷെ അവൻ നാളുകളിൽ ഒരു സെലിബ്രിറ്റിയായി മാറാൻ സാധ്യതയുണ്ട്. ഞാൻ അവന്റെ യൂട്യൂബ് ചാനൽ നോക്കി വീഡിയോസ് കണ്ട്, വണ്ടർഫുൾ വീഡിയോസ്, വെരി ഗുഡ്, എക്സലന്റ് വീഡിയോസ്. എഡിറ്റിംഗ് ആയാലും അവന്റെ പെർഫോമൻസ് ആയാലും വണ്ടർഫുൾ. പക്ഷേ ഗ്രാൻഡ് പേരൻസ് 2 പേരും HMI റിട്ടയർ ആയതുകൊണ്ട് ഒരു ടീച്ചറിന്റെ മനോഭാവത്തോടെ, ടീച്ചറിന്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എന്താ പറയാ, ഒരു ക്രിറ്റിക്കൽ പേരന്റ് ആയിരിക്കും. ക്രിറ്റിക്കൽ, എന്തിനേയും വിമർശനാത്മകമായി നോക്കിക്കാണും. അവർക്ക് പഠിക്കുക, പഠിച്ചു വലുതാകണം. കളിച്ചു വലുതാകുന്നതിനോട് ഇഷ്ടമില്ല, ആക്ട് ചെയ്ത് വലുതാകുന്നതിനോട് ഇഷ്ടമില്ല. പഠിച്ചു വലുതാകുന്ന കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു. ഇപ്പം എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണെന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെ പഠിച്ചു വലുതാകണം എന്ന് ആഗ്രഹിക്കുന്ന
ഗ്രാൻഡ് പേരൻസ് ഇതിനൊട്ടും സമ്മതിക്കും. അവന് മൊബൈൽ തൊടാൻ അനുവദിക്കും. അങ്ങനെ അവൻ വളരെ ഒരു ഡിപ്രഷനിലേക്ക് പോയി. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്തു അവന് സാധാ ഫോണാണ്, ഒരു വീഡിയോയുടെ ക്ലാരിറ്റിക്ക് വളരെ മോശമാണ്, കാരണം സാധാ ഫോണാണ്. ഞാൻ സജസ്റ്റ് അവനൊരു ഐഫോൺ വാങ്ങിക്കൊടുക്കുക, ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് കൺവീൻ അവരുടെ രക്ഷിതാക്കൾ ബിസിനസ്സുകാരൻ അവരോട് പറഞ്ഞ് കൺവിൻസ്. ഇപ്പൊ അവർക്ക് അവനൊരു ലാപ്ടോപ്പും ഒരു ഐഫോണൊക്കെ വാങ്ങിക്കൊടുത്ത് അവൻ ഗംഭീരമായി ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകും. ഒരുപക്ഷെ നാളുകളിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സോടെ ചാനലായി മാറിക്കൂടുന്നില്ല ഇവന്റെ പ്രതിഭ. അത്രയും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്രിയേറ്റീവായി ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാൻ നമ്മൾ അവരെ പ്രാപ്തരാക്കണം. പിന്നെയോ എത്തിക്കലായി ഉപയോഗിക്കാം. So let them be able to use this digital gadget responsibly, creatively, ethically. അതാണ് ഈ ഗാഡ്ജറ്റുകളെ, ഈ ഡിജിറ്റൽ ലോകത്തെ നമ്മൾ ഭയപ്പെടുക, ഉപയോഗിക്കാൻ സ്വയം പഠിക്കുക, അവരെ റെസ്പോൺസിബിളായി ഉപയോഗിക്കാൻ, ക്രിയേറ്റീവായി ഉപയോഗിക്കാൻ, എത്തിക്കലായി ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം. And the sixth golden rule of alpha parenting. The sixth golden rule. Be present, not just available. Be present, not just available. ആയിരിക്കുക, വെറുതെ ലഭ്യമാവുകയല്ല, അവൈലബിൾ ആവുകയല്ല, പിന്നെന്തായിരിക്കണം? അവിടെ ആയിരിക്കണം, പൂർണ്ണമായും ആയിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവളുടെ ഫാദർ ഗൾഫിൽ ജോലി ചെയ്യാം. 2 വർഷത്തിന് ശേഷം ഫാദർ വന്നു, വീട്ടിലേക്ക് വരികയാണ്. അപ്പം എയർപോർട്ടിൽ നിന്ന് വരികയാണ്, അദ്ദേഹത്തിന് ഫ്രണ്ട്സ് കൂട്ടിക്കൊണ്ടുവന്നു. മൂത്ത മോൾ നഴ്സിംഗിന് പഠിക്കുന്നു, 2ാമത്തെ മോൾ 10ൽ പഠിക്കുകയാണ്, ഇളയമൻ സ്കൂളിൽ. ഇവള് അപ്പൻ വരുന്നത് കൊണ്ട്, അവന്റെ പപ്പ വരുന്നത് കൊണ്ട് സ്കൂളിൽ പോകാതെ, 10ാം ക്ലാസ്സിലാണ്, ഒരുപാട് പക്ഷെ പപ്പ വരുന്നതിന്റെ ഒരു ആഗ്രഹത്തിൽ അവൾ അന്ന് സ്കൂളിൽ പോയില്ല. അപ്പൊ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീഫ് കറിയൊക്കെ ഫ്രൈ ആക്കി അവളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവളുടെ അപ്പം വന്നിറങ്ങി സാധനങ്ങളൊക്കെ റൂമിൽ വെച്ച് ഡ്രസ്സൊക്കെ മാറി ഒരു ലുങ്കിയും എടുത്ത് അവളുടെ കുറേ മുകളിലുള്ള റബ്ബർ തോട്ടം, 5 റബ്ബർ തോട്ടം, ആ റബ്ബർ തോട്ടം കാണാൻ വേണ്ടി അയാളുടെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടമാണ്. അവിടേക്ക് പോയി ലുങ്കി എടുത്ത് ഇവളുടെ ഭക്ഷണം കഴിക്കാനോ ഇവളോട് സംസാരിക്കാനോ മോളോട് സംസാരിക്കാനോ തയ്യാറാവാതെ ആ അപ്പൻ ഒരു ലുങ്കിയും എടുത്ത് ആദ്യം പോയത് ആ റബ്ബർ തോട്ടത്തിന്റെ അവസ്ഥ അറിയാൻ. എങ്ങനെ വിട്ടു നടക്കുന്നു, എത്ര ഷീറ്റ് ഉണ്ട്. പറയാനുള്ളൂ, വാർദ്ധക്യത്തിൽ റബ്ബർ തോട്ടമായിരിക്കും അവശേഷിക്കുക. അപ്പം ബി പ്രസന്റ്, നോട്ട് സിംപ്ലി അവൈലബിൾ. ലഭ്യമായാൽ പോരാ, അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ പ്രസന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ആയിരിക്കണം, അടുത്തിരിക്കണം, അറിയണം. നമ്മുടെ മക്കളുടെ അടുത്തായിരിക്കണം. മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ടായിട്ട് കാര്യം, മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടായിട്ട് കാര്യമില്ല. കണ്ണിൽ നോക്കി, മുഖഭാവങ്ങൾ ആസ്വദിച്ച്, സംസാരിച്ച്, അടുത്തിരുന്ന് അറിഞ്ഞ്, ആരെ അറിയണം? അവനെ അറിയണം, അവന്റെ സുഹൃത്തുക്കളെ അറിയണം, അവന്റെ ബാഗിൽ എന്തുണ്ടെന്ന് അറിയണം, അവന്റെ പുസ്തകത്താളുകളിൽ നോട്ട് ബുക്കുകളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയണം. ഇങ്ങനെയൊരു അറിവ് നമ്മൾ ആർജിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൗകര്യം സൃഷ്ടിക്കപ്പെടുക. സോ ബി പ്രസന്റ്, നോട്ട് സിംപ്ലി അവൈലബിൾ. നമ്മൾ സാധാരണ പറയാറുണ്ട് 3 റൂൾസ് പ്രിൻസിപ്പൾ. നമ്മളിവിടെ ഒരു ദിവസത്തിന്റെ ഉറക്കത്തിന് മുൻപ് നമ്മൾ വളരെ ബോധപൂർവം ഒരു കുട്ടിക്ക് 3, ഈ ആൽഫ കുട്ടിക്ക് 3 സ്ട്രോക്കുകൾ നൽകണം. അപ്രിസിയേഷൻ. അത് നമ്മൾ പുറകെ നടന്ന് തിരഞ്ഞുപിടിച്ച് ഒരു 3 സ്ട്രോക്കുകൾ ഒരു ദിവസം, ഒരു 24 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തികൾ ആ കുട്ടി ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം ഗൂഗിൾ അടിച്ചു വരുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. അതൊക്കെ മനസ്സിലാക്കി ഒരു പ്രോത്സാഹനം, ഒരു അപ്രീസിയേഷൻ വാക്ക്, 3 അപ്രീസിയേഷൻ വാക്ക് ഡെലിബറേറ്റ് ആയിട്ട് കൊടുക്കുക. 2 വളരെ ഡെലിബറേറ്റ് ആയിട്ട് 3 ടച്ചിങ്. ഇവന്റെ മുടി തലോടുക, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ചേർത്ത് പിടിക്കുക, അങ്ങനെ ഒരു 3 ടച്ചിങ്. പിന്നെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള കണ്ണോട് കണ്ണ് നോക്കുന്ന ഒരു നോട്ടം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യപ്പെടും, ഒരു ആൽഫ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഈ തലമുറ ആഗ്രഹിക്കുന്നത്. മേക്ക് ഇന്റൻഷണൽ മൊമെന്റ്സ് ഓഫ് ബോണ്ടിങ് എന്ന് പറയും. ഇന്റൻഷണൽ, വളരെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ബോണ്ടിങ്ങിനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം.
സിമ്പിൾ മിനിറ്റ്സ് ഓഫ് കണക്ഷൻ ക്യാൻ മേക്ക് ലൈഫ് ലോങ് മെമ്മറീസ്. ചില നിമിഷങ്ങളിലെ ബന്ധങ്ങൾ ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിന്റെ ഓർമ്മകളായി മാറും. അങ്ങനെ ആവണം. At the last golden rule, the seventh golden rule, parent the child you have, not the child you imagined. Parent the child you have, not the child you imagined. നിനക്കുള്ള കുട്ടിയുടെ രക്ഷിതാവാ, നിന്റെ സ്വപ്നത്തിലുള്ളതല്ല. നിനക്ക് യഥാർത്ഥത്തിലുള്ള കുട്ടിയുടെ രക്ഷിതാവുക നീ ഭാവനയിൽ വിചാരിക്കുന്ന, സ്വപ്നം കാണുന്ന കുട്ടിയുടെ ആവരുത്. ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഈസ് യുണീക്ക്. എല്ലാ കുട്ടികളും വിഭിന്നരാണ്. വിവിധങ്ങളായ കഴിവുകളും മികവുകളും തികവുകളുണ്ട്, കുറവുകളും ഒക്കെയുള്ളവരാണ്. അവനെ അവനായി കാണുക, അവളെ അവളായി കാണുക. അങ്ങനെ അവനെ അവനായി കാണുമ്പോൾ, അപ്പം നേരത്തെ നമ്മൾ സ്ഫടികത്തിന്റെ കാര്യം പറഞ്ഞില്ല, അവിടെ തിലകൻ എന്ന് പറയുന്ന രക്ഷിതാവിന്റെ സ്വപ്നത്തിലൊരു കുട്ടിയുണ്ട്, റിയലായിട്ടൊരു കുട്ടിയുണ്ട്. ആ സ്വപ്നത്തിലെ കുട്ടിയും റിയൽ കുട്ടിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ആ കഥ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കുട്ടിയുടെ രക്ഷിതാവ്. ഒരുപക്ഷെ നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മുടെ കുട്ടി ഒരു ജില്ലാ കളക്ടർ ആവുന്നതൊക്കെ നമുക്ക് സ്വപ്നം കാണാം. പക്ഷേ അവന്റെ കഴിവ് ഒരുപക്ഷെ ഡ്രൈവിംഗിലായിരിക്കാം. ലെറ്റ് ദം ബി എ ഡ്രൈവർ. അവന്റെ കഴിവ് പാട്ട് പാടാനാവും. ആവട്ടെ, നമ്മളെന്തിന് അവനെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കണം? സോ ബി ദ പേരന്റ് ഓഫ് ദ റിയൽ യുവർ ചൈൽഡ്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളുടെ റിയൽ കുട്ടിയുടെ രക്ഷിതാവാകുമ്പോൾ സ്വപ്നങ്ങൾക്ക് പുറകെ നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ കുട്ടിയുടേതാണ്. നമ്മുടെ സ്വപ്നങ്ങൾ ആവരുത് അവരുടേത്. കുട്ടികളുടെ സ്വപ്നങ്ങൾ കാണട്ടെ, അതിന്റെ പിറകെ അവർ പോട്ടെ. പക്ഷേ എങ്ങനെ സ്വപ്നങ്ങൾ കാണണം എന്ന് നമുക്ക് പറയാം, എന്ത് കാണണം എന്ന് അവർ തീരുമാനിക്കണം. So, in conclusion, alpha parenting is not being a perfect parent, but being real parent, responsible parent, and reflective parent. നമ്മൾ ഒരു പെർഫെക്റ്റ് പാരന്റ് ആവുന്നതിന് പകരം ഒരു റെസ്പോൺസിബിൾ പാരന്റ് ആവുക, റിയൽ പാരന്റിങ് ആവുക, റിഫ്ലക്റ്റീവ് പാരന്റിങ് ആവുക. Then definitely alpha bond will be created. അങ്ങനെ വരുമ്പോൾ ഉറവയുണ്ടാവും എവിടെയും. അങ്ങനെ ഉണ്ടാവുമ്പം വീട്ടിൽ ഉറവയും നിറവും ഉണ്ടാവും. അങ്ങനെ ഉറവയും നിറവുമുള്ള കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. നമ്മുടെ കുട്ടികൾക്ക് എല്ലാ സ്വപ്നങ്ങൾ കണ്ട് അത് ആർജിക്കാൻ കഴിവും മികവും തികവുമുള്ള ഒരു തലമുറയായി ഈ തലമുറ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് സാർ. ഗ്രാൻഡ് ക്ലാസ്, അടിപൊളി ക്ലാസ് ഉണ്ട്. ഇത്ര നല്ല ക്ലാസ് കണ്ടിട്ടില്ല. ബാക്കി അവർ പറഞ്ഞോളൂ, സംശയങ്ങൾ ചോദിക്കട്ടെ ഓഡിയൻസ്. സിക്സ്ത് വണ്ണെന്ന് പറയാവോ? അതിന്റെ സിക്സ്ത് വണ്ണെന്ന് പറയാവോ? സിക്സ്ത് കൊള്ളറുള്ള ബി പ്രസന്റ് നോട്ട് അവൈലബിൾ. Be present, not just available. അതല്ല അതിന് മുമ്പിലത്തെ എന്താ? ഫിഫ്ത് വൺ. Be tech wise, not tech scared. അതിന്റെ ഇടയ്ക്കൊന്നും ഇല്ലായിരുന്നോ? മേഡ് ദം റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞ അതിന്റെ ഭാഗമാണ്. ഫിഫ്ത് വൺ is അതാണ്. That is the right one. Guide not control. Be tech wise, not tech fifth one. Okay. Be present, not just. Okay, sir. Thank you. വേറെ ഒരു ഡൗട്ട് സർ, എനിക്ക് മിസ്സായതാണ്. മുരളിയാണ് സർ, മുരളിയാണ്. 3 കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒന്ന്, ദ എഫേർട്ട്, ഈവൻ സ്മോൾ എഫേർട്സ് ടു ബി സെലിബ്രേറ്റഡ്, സ്മോൾ വിക്ടറീസ് ടു ബി സെലിബ്രേറ്റഡ്. മൂന്നാമത്തെ എന്താ സർ? ഞാൻ efforts, small learnings. ചില കാര്യങ്ങൾ learnings. Okay.
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഫീഡ്ബാക്ക് പറയാം. Jojo sir, this was something Yes. much more than what we expected. Really amazing class we had. I think this message, this class should go to all young parents, especially parents of these alpha children. I'm really happy, and we had more than 50 participants today, even though it was on a Tuesday rather than a Wednesday. All the credit goes to Jojo sir, because you are well known and people expected a great talk from you, and you are delivered a wonderful talk. Thank you very much. Thank you, sir. Thank you very much. Jojo sir, shall I take the cue? Yes. Muralidharan. Yes, Murali sir. ഓക്കെ, സാറിന്റെ ക്ലാസ്സസ് എവിടെ ഉണ്ടെങ്കിലും കേൾക്കാറുണ്ട്, വന്ന് കേൾക്കാറുണ്ട്. സാറിന് അറിയാലോ, സാറിന്റെ ട്രെയിനിങ്ങിൽ എൻ്റെ ഒരു ഗുരുനാഥനാണ്. സാറിന്റെ ആൽഫ ക്ലാസ് റൂം ടീച്ചിങ് ബിയോണ്ട് ദ ബൗണ്ടറീസ് എന്ന പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ട്രെയിനിങ് സെഷന് തൃശ്ശൂർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേര്, ഒരുപാട് പേരും പി സിക്ക് പുറത്തുള്ള ഒരുപാട് അധ്യാപകരും മൊബിലൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം തൃശ്ശൂർ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ടീച്ചേഴ്സും പാരന്റ്സും അല്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. ഈ രണ്ടിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരാത്തവരുണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും ശരിക്കും ആധികാരികമായിട്ട് റെഫർ ചെയ്യാവുന്ന ഒരു പുസ്തകമാണെന്നാണ് എൻ്റെ വായിച്ചു തുടങ്ങിയതെന്നും സാറിന്റെ ക്ലാസ് കേട്ടതെന്നും. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇൻട്രഡക്ഷനിൽ ജോസഫ് സാർ പറയുകയുണ്ടായി, സാർ അന്ന് 2 പെട്ടിയിലായിട്ട് കൊണ്ടുവന്ന പുസ്തകം അന്ന് തന്നെ മുഴുവൻ തീരുകയുണ്ടായി എന്നുള്ളത്. അപ്പൊ ആ ബുക്കിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുകയും വായിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഐ സ്റ്റാൻഡ് ഗ്യാരണ്ടി ഫോർ ദാറ്റ്. വെരി ഗുഡ് സർ. സാറിന്റെ ഈ റിസർച്ചും സാറിന്റെ എഫേർട്സും ശരിക്കും നമ്മളിൽ കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി നിന്നാ പോരാ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ഒരുപക്ഷെ നമ്മുടെ പാരന്റിങ് സ്റ്റൈലിനെയും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൊത്തമായും റവല്യൂഷനൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ള ഒരു പുസ്തകമാണ് എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സർ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എഫേർട്സ്. താങ്ക് യു വെരി മച്ച്. ഇനി ആരും ഇല്ലെങ്കിൽ ഓട്ടോ താങ്ക്സിലേക്ക് പോവാം അല്ലേ? Yes. ജോസഫ് ജോൺ സർ. സാർ ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ. സാറ് ആസ് എ പേരന്റ് എൻ്റെ കുട്ടികള് രണ്ടുപേരും ഈ പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ വാശി, അതായത് ചില ദുർവാശികളൊക്കെ വരുമ്പോ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് എനിക്കും പിടുത്തമില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും, അതിപ്പോ ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കുറെ നേരം കരയും, പിന്നെ കുറെ സമയം പറഞ്ഞ പോലെ തന്നെ വാശി പിടിച്ചിരിക്കും, കുറെ സമയം മിണ്ടാതിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്നും കൂടെ. മാഡത്തിന്റെ പേരെന്താ? ആതിര. മക്കളെ ഏതാ ക്ലാസ്സിലാ? 4th ഉം 5th ഉം. 4th ഉം 5th ഉം. എന്താ പ്രൊഫഷൻ ടീച്ചർ മാഡത്തിന്റെ? ഞാൻ സോഷ്യൽ വർക്കറാണ്. ഹെൽപ്പ് ഏജ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യും. വാശി എന്ന് പറയുന്നത് അതൊരു, എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പകാലത്ത് എല്ലാം സാധിച്ചു കൊടുക്കുമായിരുന്നു. ഇല്ല, എല്ലാം അന്നേരം സാധിച്ചു കൊടുക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമെന്നല്ലാതെ എപ്പോഴും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇല്ല. ഓക്കെ. അല്ല, വാശി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരത്തെ പ്രൊവൈഡഡ് ആണ്, ഇപ്പൊ ലഭ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് വാശി, അല്ലെ? നേരത്തെ ലഭ്യമായ ഒരു സൗകര്യം. എനിക്ക് ഗ്രാൻഡ് പേരൻസും അത് പറഞ്ഞ ഇൻലോസ് ഒക്കെ ഉണ്ട്. അവർ ഈ പറഞ്ഞ പോലെ തന്നെ കൊച്ചുമക്കളാകുമ്പോ അവരവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. നമുക്ക് കുറച്ചൊരു പരിധി കൂടെ. അപ്പൊ വേറെ എന്റെ എന്താ സാർ? ഇപ്പൊ നിങ്ങൾ ജോയിന്റ് ഫാമിലിയിലാണോ അതോ ന്യൂക്ലിയർ ഫാമിലിയാണോ? ജോയിന്റ് ഫാമിലിയാണ് സാർ. ഏറ്റവും ഇളയാളാണ് എന്റെ ഹസ്ബൻഡ്. അപ്പം ഇൻലോസും ഉണ്ട് ഞങ്ങളുടെ കൂടെ.
ഉണ്ട്. ഏകദേശം 3 അപ്പൊ തലമുറ. അവിടെ മറ്റു മക്കളും ഉണ്ടോ കൂടെ, മറ്റവരുടെ മക്കളൊക്കെ? ഇല്ല ഇല്ല, അവരൊക്കെ വേറെയാണ്. ഇൻലോസ് ഉണ്ട്, എന്റെ മദറില് ഫാദറില്, പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഞങ്ങളുടെ മക്കള്, അങ്ങനെ 3 തലമുറയുണ്ട്. 3 തലമുറയുണ്ട്. സ്വാഭാവികമായിട്ടും വാശി. ഒരു പക്ഷേ ആ ഒരു ഗ്രാൻഡ് പേരന്റിങ് കൂടി ഉണ്ടല്ലോ. ഇപ്പോഴത്തെ അതെ ഗ്രാൻഡ് അതെ പേരൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിനേക്കാൾ വേസ്റ്റ് ആണ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ നമ്മളെക്കാളും എന്താ പറയാ, അവരെ കൂടുതൽ പെറ്റാവുന്നത് ഗ്രാൻഡ് പേരൻസ് ആണ്. അതെ പണ്ട് അതെ ഗ്രാൻഡ് പേരന്റിങ് നല്ലതാണ്, പക്ഷെ ഇപ്പൊ ഗ്രാൻഡ് പേരന്റിങ്ങും കൂടുതൽ ലിബറൽ ആകാൻ നല്ല പ്രശ്നമുണ്ട്. അതും ഈ വാശിക്ക് ഒരു കാരണമാവാം. പിന്നെ ചെറുപ്പമല്ലേ, 5ലും 4ലും പഠിക്കുന്ന കുട്ടികളല്ലേ, അവരുടെ പിണക്കങ്ങളും അവരുടെ ഇണക്കങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. ഒരു 8ലും 10ലൊക്കെ ആവുമ്പോൾ അവർ വാശി പിടിക്കുകയാണെങ്കിലാണ് സീരിയസ് ആവേണ്ടത്. ഇപ്പോഴത്തെ വാശിയൊക്കെ നമ്മൾ ആസ്വദിക്കണം. അത് അതിൻ്റെതായ രീതിയിൽ ആ വാശിക്കൊപ്പം നടക്കാതെ ഇടയ്ക്ക് ഒരു പിണക്കവും ഇണക്കവും ഒക്കെ ഉണ്ടായി അത് ആസ്വദിച്ചു തുടങ്ങണം. അതിനെ നമ്മൾ വലിയ ഗൗരവമായി, വലിയ പ്രശ്നമായി, ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി എടുക്കാതെ അത് നമ്മൾ ആസ്വദിച്ചു തുടങ്ങണം. ഈ ഇടയ്ക്ക് അവരോട് പിണങ്ങിയിരിക്കുക, ഇണങ്ങുക, അതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു. I can add one point here, sir. Being a psychologist, yes, sir. ഇതൊരു learned Yes. behavior ആണ് വാശി. അത് നമ്മൾ Yes. slowly we have to unlearn it. We have to help the child to unlearn that. That is the only way. Because it's a learned behavior. ചെറുപ്പകാലത്ത് സാർ പറഞ്ഞ മാതിരി പലതും നമ്മൾ വാശി കൊടുത്ത് പഠിപ്പിച്ചതുകൊണ്ടാണ് വാശി പിടിച്ചാൽ കിട്ടുമെന്ന് കുട്ടികൾ വിശ്വസിച്ച് വാശി തുടങ്ങുന്നത്. Yes. So we have to unlearn it. That's all. Yes. Thank you. We go to thanks. Thank you, sir. Thank you very much. സർ, എനിക്കൊരു സംശയം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാവുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഉറവിൽ തുടങ്ങി നിറവിലെത്തി നിന്ന ഒരു സെഷൻ. ഉറവിലൂടെ തുടങ്ങി പല വഴികൾ താണ്ടി സഞ്ചരിച്ച് നിറവിലെത്തിയ ക്ലാസ്. KCT2 എറണാകുളത്തിന്റെ അഭിമാന പ്രോജക്റ്റാണ് ഉറവ്. ഇന്ന് 107ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു. ഓരോ എപ്പിസോഡും നമുക്ക് വലിയ അറിവുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൗത്യം വോട്ട് ഓഫ് താങ്ക്സ് പറയുക എന്നുള്ളതാണ്. ഞാൻ സാറിൻ്റെ പോയിന്റ്സിലേക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ജോൺ ബേബി സാറിന് ആദ്യം നന്ദി പറയുകയാണ്. കരുത്തുറ്റ നേതൃത്വമായി മുന്നോട്ട് പോകുന്ന ജോൺ ബേബി സാർ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതുപോലെയുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സാറിന് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ചത് സൈജു സേവ്യർ സാറാണ്, നമ്മുടെ ജനറൽ സെക്രട്ടറി. സൈജു സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. നല്ല ഒരു ട്രെയിനറെ നമുക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്ന ഡോക്ടർ PV ജോസഫ് സാർ, ഉറവിൻ്റെ എല്ലാമായ PV ജോസഫ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഞാൻ പറഞ്ഞു ഉറവിൽ നിന്ന് തുടങ്ങി നിറവിലെത്തിയ ക്ലാസ്. ഇന്നത്തെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ പരസ്പരം ചോദിക്കാറുണ്ട്. അതൊരു നിലവിളിയായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിലെ അറിവുകൾ സമൂഹത്തിൽ എല്ലായിടത്തും എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. KCT2 ആഗ്രഹിക്കുന്നത്. ആൽഫ പേരന്റിങ്ങിൽ 2010 ശേഷം ജനിച്ച കുട്ടികൾ അവർ ചുറ്റുപാടുകളിൽ നിന്നും മോൾഡ് ചെയ്യപ്പെട്ടവരാണ്. നമ്മുടെ ചുറ്റുപാടല്ല, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലല്ല അവർ ജനിച്ചു വീണത്. അപ്പോൾ നമ്മൾക്ക് ആ ജോജോ മൈലാഡു സാർ പറഞ്ഞു തന്ന ആ റൂൾസ് ഒന്നുകൂടി ഓർത്തെടുക്കാം. കണക്ട് ബിഫോർ യു കറക്റ്റ്. എപ്പോഴും നമ്മൾ ചെയ്യുന്നത് അവരെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ്, കണക്റ്റ് ചെയ്യുന്നില്ല. സോ ആ 2 വാക്കുകൾ ഒന്ന് കോയിൻ ചെയ്യേണ്ടതുണ്ട്. ടോക്ക് വിത്ത് നോട്ട് ടോക്ക് അറ്റ്. എപ്പോഴും നമ്മളെ അവർക്ക് നേരെ കൈ ചൂണ്ടിയാണ് സംസാരിക്കുന്നത്, അല്ലേ?
കൈയൊക്കെ എടുത്തു കളയണം. ടോക്ക് വിത്ത് ദം, അവരോട് സംസാരിക്കണം. നമ്മുടെ ഭാഗമല്ലേ അവർ, ആ രീതിയിൽ അല്ലേ? അങ്ങനെയല്ലേ സാർ ഉദ്ദേശിച്ചത്? ദേ ലൈക്ക് ഡയലോഗ്, നോട്ട് മോണോലോഗ്. ബ്യൂട്ടിഫുൾ പോയിന്റ്സ്. ദെൻ ലെറ്റ് യുവർ ചൈൽഡ് ഷെയർ ഹിസ് എക്സ്പീരിയൻസ്. എത്ര പേര് അവരുടെ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്? അത് നാം ഒന്ന് പഠിക്കേണ്ടതാണ്, ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഫോക്കസ് ഓൺ പ്രോഗ്രസ്, നോട്ട് പെർഫെക്ഷൻ. എപ്പോഴും മാർക്ക് കുറഞ്ഞതിനാണ് നമ്മൾ ആശങ്കപ്പെടുക. പെർഫെക്ഷനാണ് നമുക്ക് ആവശ്യം, പ്രോഗ്രസ് അല്ല. അത് തിരുത്തണം. വി നീഡ് പ്രോഗ്രസ്, നോട്ട് പെർഫെക്ഷൻ. ഗൈഡ് നോട്ട് കൺട്രോൾ. നമ്മളവരെ നയിക്കാനാണ്, വരച്ച വരയിൽ നിർത്താനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? നാം ആഗ്രഹിക്കുന്നത് പോലെ വരണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. ബട്ട് വഴികാട്ടികളാകുകയാണ് പേരൻസ് ചെയ്യേണ്ടത്. അഞ്ചാമത്, ബി അക്വൈസ്, നോട്ട് സ്കെയർഡ്. നമ്മൾ പരാജയപ്പെടുന്നതും അല്ലെങ്കിൽ മുതിർന്ന തലമുറ പരാജയപ്പെടുന്ന ഒരു രംഗമാണിത്. ഭയങ്കര ആശങ്കയാണ് കുട്ടികൾ മൊബൈൽ എടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ കളിക്കുമ്പോഴും ഒക്കെ. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒന്നോർത്താൽ മതി, അവരുടെ അല്ലെങ്കിൽ നമ്മളുടെ തലമുറയിൽപ്പെട്ടവരല്ല അവർ ജനിച്ചു വീണത് ഈ ലോകത്തിലാണ്. ഏതാണ് അല്ലേ? ഇപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡിലാണ്. ബി വിത്ത് ദം, ബി പ്രസന്റ്. അവരോടൊപ്പമായിരിക്കുക. നമ്മൾ അവിടെ ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല, അവരോടൊപ്പമായിരിക്കുക, അടുത്തായിരിക്കുക. ദെൻ സെവൻത് വൺ, പേരന്റ് ദ ചൈൽഡ് യു ഹാവ്. സങ്കല്പത്തിലെ കുട്ടിയെ അല്ല, നമ്മൾ വലിയ സങ്കല്പങ്ങളാണ് കുട്ടികളിൽ കാണുന്നത്. ആ സങ്കല്പത്തിലെ കുട്ടിയെ അല്ല നമുക്ക് പേരന്റ് ചെയ്യേണ്ടത്. നിനക്ക് കിട്ടിയിട്ടുള്ള കുട്ടി, നിന്റെ കുട്ടി, അതിനെ അതേപടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പേരന്റ് ചെയ്യണം. സോ ഞാനിതിനെ പറയുന്നത് ബ്രില്യൻ്റ്ലി കോയിൻഡ് പേൾസ് ഓഫ് വിസ്ഡം ഫോർ ആൽഫ പാരന്റിങ്. ബ്രില്യൻ്റ്ലി കോയിൻഡ് പേൾസ് ഓഫ് വിസ്ഡം ഫോർ ആൽഫ പാരന്റിങ് നമുക്ക് സമ്മാനിച്ച ജോജോ മൈലാട് സാറിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എനിക്കൊരു കുറ്റബോധമുണ്ട്. സാറിനെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ പഠിച്ചിട്ടില്ല. പഠിക്കാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സാർ തുടങ്ങിയടുത്ത് ഞാൻ വരികയാണ്. അങ്ങനെ മനസ്സിലാക്കി, ഓരോരുത്തരെയും മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് പേരൻസ് കുട്ടികളെ മനസ്സിലാക്കി കൊണ്ടുപോകണം. അതുപോലെ തിരിച്ച് കുട്ടികളും പേരൻസിനെ മനസ്സിലാക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി ഈ അമൂല്യമായ അറിവുകൾ ഉപകരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് നമുക്ക് കൂടുതൽ ആളുകളിൽ എത്തിക്കണം, സമൂഹത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ സാറിന് KCT2 എറണാകുളത്തിൻ്റെ പേരിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രോഗ്രാം MC ചെയ്ത ജയശ്രീ മാഡത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനിന്ന് പ്ലാറ്റ്ഫോം നോക്കിയപ്പോൾ വളരെയേറെ വിശിഷ്ട വ്യക്തികൾ ഇന്ന് ഹാജരായിട്ടുണ്ട്. ഡോക്ടർ കൊച്ചു ത്രേസ്യ ഫ്രം സ്റ്റേറ്റ്സ് ഐ സപ്പോസ്, ഡോക്ടർ ജമീല VK രാജേന്ദ്രൻ, സഞ്ജീവിനിയുടെ KCT2 പ്രോജക്റ്റിൻ്റെ സഞ്ജീവിനിയുടെ ചെയർമാനാണ്. ആനി ഷംന മാഡം സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. പ്രസാദ് സാറ്, സലീന മാഡം, സ്മിത ബാനു, ടോമി തറക്കുന്നൽ, അങ്ങനെ ഒത്തിരി പേര്, MA അലി സാറ്. വളരെ സമ്പന്നമായ ഒരു സദസ്സും സമ്പന്നമായ ക്ലാസ്സും ആയിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ KCT2 എറണാകുളത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.